നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ LSCD ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് വിജിലൻറ്റ് ആയിട്ടുള്ളൊരു മൈൻഡും ഡെവലപ്പ് ചെയ്യും, നമ്മളറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നമ്മൾ ആ LSCഡിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റികളെല്ലാം നമ്മുടെ ഒപ്പം വരും. ഈ പറയുന്ന ഫ്ലഡൊന്നും ഉണ്ടാകാത്ത ഹൈറ്റും സ്ലോപ്പും ഒക്കെ കൊടുത്ത് റോഡ് വിഡ്ത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഷോൾഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ക്യാമ്പർ സൂപ്പർ എലിവേഷൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ PMGSY റോഡ് 20 വർഷം 15 വർഷം കിടക്കുന്നുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ മദ്രാസ് മെട്രോ കോർപ്പറേഷൻ, ബാംഗ്ലൂർ മെട്രോ കോർപ്പറേഷൻ, ഡൽഹി മെട്രോ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അതോറിറ്റികളും ഒക്കെ LSCഡിയുടെ കീഴിലാണ്. അപ്പോൾ ഇതിലൊക്കെ വികസനങ്ങൾ ഭാവിയിൽ എങ്ങനെ ഒരു 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു വളരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ LSCഡിയിൽ അതിൻ്റേതായിട്ടുള്ള വികസനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ സാറി പറഞ്ഞ പോലെ ടൂറിസത്തിൻ്റെ ഒരു ഇൻകോർപ്പറേഷൻ കൂടി LSCഡിയിൽ വരുമ്പോൾ വളരെയധികം വ്യത്യാസം അവരുടെ റോൾസിലും ഓപ്പർച്യൂണിറ്റീസിലും വരാൻ സാധിക്കും. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർമാർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ കോർപ്പറേഷനിലുള്ള പോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരുപാട് ഇപ്പം 4,000 കോടി 3,000 കോടിയൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഒരു ചേഞ്ച് സാർ ഇപ്പോൾ 32 ഇയേഴ്സോളം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. സാറ് ലാസ്റ്റ് ടൈമിൽ വർക്ക് ചെയ്ത ഒരു ടൈമിലൊക്കെ ഈ ഒരു വ്യത്യാസം വന്നൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എങ്ങനെ നോക്കി കാണുന്നുണ്ട് സാർ? ഡിഫറൻസ് ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എയ്ഡഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് വന്നതോടുകൂടി LSCD എഞ്ചിനീയർമാർക്കുള്ള ലോഡ് ഏകദേശം ഒരു 75%. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സിവിലിയൻസ് പോഡ്കാസ്റ്റ്. 2012 സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ സിവിലിയൻസിൻ്റെ ജേണി ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 61 ഫസ്റ്റ് റാങ്കുകളിൽ വന്ന് എത്തി നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു വിജയത്തിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കരിയർ പാത്ത് സെഷനിൽ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അറൌണ്ട് 32 ഇയേഴ്സ് LSCഡിയിൽ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഫോർമർ ചീഫ് എഞ്ചിനീയർ ഇൻ LSCD ആയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയർ സജികുമാർ സാറാണ് നമ്മളോടൊപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത്. LSCഡിയിൽ ഈ ഒരു 32 ഇയേഴ്സ് വർക്കിംഗ് എക്സ്പീരിയൻസിന് പുറമെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബാപ്കൂസിൽ പ്രോജക്ട് ഡയറക്ടറായിട്ടും സാറ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി സാറ് വർക്ക് ചെയ്യുന്നത് നാഷണൽ ക്വാളിറ്റി മോണിറ്ററായിട്ട് പ്രധാനമന്ത്രി ഗ്യാൻ സഡക് യോജനയുടെ ഭാഗമായിട്ടാണ് സാർ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സ്പെഷ്യൽ പ്രോജക്റ്റ് മോണിറ്ററായിട്ട് NHAI ആൻഡ് DCLലും സാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിനെ ഏറെ ബഹുമാനത്തോടും ഏറെ സ്നേഹത്തോടും കൂടി ഈ പോഡ്കാസ്റ്റ് സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമ്മൾ ഇപ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആസ്പിറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സാണ്. അപ്പം അവർക്ക് നമ്മൾ ഈ എന്തൊക്കെയാണോ കാര്യങ്ങളിലേക്ക് പോകുന്നത് അതിന് മുന്നേ തന്നെ സാറിൻ്റെ ഒരു ജേണി, അതായത് എങ്ങനെയാണ് ഈ ഒരു പബ്ലിക് സർവീസിലേക്ക് വന്നത്, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു റീസൺ, അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. തികച്ചും ആകസ്മികമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ സിവിൽ എഞ്ചിനീയറിങ് എടുത്തത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കുട്ടിക്കാലം മുതലേ ഒരു എഞ്ചിനീയർ ആകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയോ എതിരെയോ എൻ്റെ മനസ്സിൽ കൂടി അതിലേക്കുള്ള ഒരു യാത്രയായിരുന്നു എൻ്റേത്. അതിലെനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു കുറച്ചും കൂടി ഈ ചെറുപ്പത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നത്. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേന് എനിക്കത് ഇലക്ട്രിക്കലിനേക്കാളും കൊള്ളാം സിവിലാണ്, അത് കുറച്ചുകൂടെ എനിക്ക് യോജിക്കുക എന്ന് എനിക്ക് മനസ്സിലാവുകയും അങ്ങനെയാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുകയും ബിടെക്കിന് പഠിക്കുകയും ചെയ്തത്. LSCD ആണ് എനിക്ക് ആദ്യമേ കിട്ടുന്ന ജോലി. LSCD എഞ്ചിനീയറായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് PWDയും കിട്ടിയിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. പക്ഷേ ഞാൻ PWDയിലേക്ക് പോയില്ല, LSCD തന്നെ പിടിച്ചു നിന്നു. അങ്ങനെ LSCD ചീഫ് എഞ്ചിനീയർ ആകും എന്നുള്ള വിചാരങ്ങളൊന്നും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. LSCD ആണ് കുറച്ചും കൂടി ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, നല്ല കരിയറും ഫ്രണ്ട്ഷിപ്പുകളും പൊളിറ്റിക്കൽ ഫ്രണ്ട്സും ഒരുപാട് പേര്, കോംപ്ലക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു LSCഡിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ LSCഡിയിൽ നിന്ന് PWD കിട്ടിയിട്ടും പോകാതിരുന്നത്. അത് എൻ്റെ ഈ 32 വർഷത്തെ സർവീസിൽ എനിക്ക് ധാരാളം രാഷ്ട്രീയപരമായിട്ടുള്ള ചെയർമാന്മാരും മേയർമാരും ഒക്കെ ആയിട്ട് ഇന്നും ആ ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നു. അതുപോലെ തന്നെ എൻജിനീയേഴ്സുമായിട്ടും അത് എനിക്ക് എന്നും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പഴയ അത് സ്മരണകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ സന്തോഷമാണ് LSCD എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ സിവിലിയൻസിനോട് ഇങ്ങനെയൊരു ഇതിനു വേണ്ടി എത്തിയത്. സാർ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു 32 ഇയേഴ്സോളം വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് LSCD എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇപ്പോൾ സാർ നോക്കി കാണുമ്പോൾ LSCD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സാറിന് എന്തായിരിക്കും നോക്കി കാണാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്? ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് LSCD വളരെ ചെറിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്.
അവിടെ നമ്മുടെ എതിരെ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ എതിരെ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻജിനീയർമാർ മാത്രമേ ഉള്ളൂ, പിന്നെ മിനിസ്റ്റീരിയൽ വിഭാഗമേ ഉള്ളൂ. ആ സമയത്ത് LSCDയിൽ അങ്ങനെയല്ല, എൻജിനീയർമാരുണ്ട്, ചെയർമാന്മാരുണ്ട്, മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ ഇതര ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അങ്ങനെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സെക്രട്ടറിമാരുണ്ട്, അങ്ങനെ ഇതര ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. അപ്പോൾ ഇവരും ഒക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പിന് വളരെ സാധ്യത വളരെ കൂടുതൽ. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു താല്പര്യമുള്ള കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയത് ധാരാളം ഇതുപോലെയുള്ള എല്ലാ ഇതര വിഭാഗക്കാരുള്ളതുകൊണ്ട് ഞാൻ LSCD തന്നെ ചൂസ് ചെയ്യുകയും ഞാൻ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് LSCDയിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഏറ്റവും കുഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അതിൽ നിന്നാണ് LSCD ഇന്ന് 4710 എൻജിനീയറിംഗ് സ്റ്റാഫ് എൻജിനീയർമാർ ഉള്ള ഡിപ്പാർട്ട്മെൻറ്റും, അത് വെച്ച് നോക്കുമ്പോൾ PWD 4030 മറ്റേ ഉള്ളൂ സ്ട്രെങ്ത്. ഇറിഗേഷനിലേക്ക് വരുമ്പോൾ 3070 ഉള്ളൂ അവിടുത്തെ സ്ട്രെങ്ത്. അപ്പോൾ ഇപ്പോഴും LSCD തന്നെയാണ് മുന്നിലെത്തി നിൽക്കുന്നത്. അത് ഭയങ്കരമായ ഒരു വളർച്ചയാണ് LSCDക്ക് ഉണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെറിയ അപജയങ്ങളുണ്ട്, വളർച്ച അല്പം മുരടിച്ച് നിൽക്കുകയാണ്. അത് താൽക്കാലികമാണ്. ഇനിയും LSCD വളരെയധികം മുന്നേറാനുണ്ട്. LSCD ആണ് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റായി വരാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. കാര്യം ഇനിയും വരുന്ന സമയം നമ്മുടെ ഇന്ത്യ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമ്മളും നമ്മുടെ രാജ്യവും നമ്മുടെ കോർപ്പറേഷനും ഒക്കെ തന്നെയാണ് പുരോഗമിക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ഒരുപാട് സാധ്യതകൾ LSCDയിൽ ഞാൻ കാണുന്നുണ്ട്. പുതിയ ടെക്നോളജി വരുന്നു. അതുപോലെ തന്നെ ടൂറിസം നമ്മുടെ രാജ്യത്ത് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായത്തെക്കാളിലും കൂടുതൽ വിജയിക്കാൻ സാധ്യത ടൂറിസത്തിനാണ്. ഇപ്പോൾ ടൂറിസത്തിന് ഒരു സ്ഥായിയായ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. പല ഡിപ്പാർട്ട്മെൻറ്റും കുറേശ്ശെ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂഷൻ ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അതെല്ലാം ഒന്ന് മാറി നമ്മുടെ LSCD തന്നെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വരാൻ വളരെ സാധ്യതയാണ്. നമുക്കറിയാം ഫോർട്ട് കൊച്ചി എത്രയോ നല്ല സ്ഥലമാണ്, എത്രയോ നന്നായിട്ട് ആർക്കിടെക്ചറലായിട്ട് പ്ലാൻ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മൂന്നാർ, അതും നമ്മുടെ അണ്ടറിൽപ്പെട്ട ഒരു LSCI ഒരു പഞ്ചായത്താണ്. അവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടൂറിസത്തിലൂടെ വരുന്നവർക്കെല്ലാം വേണ്ട അക്കോമഡേറ്റ് ചെയ്യുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ കോവളം, അതുപോലെ തന്നെ കോട്ടയത്ത് കുമരകം, ഇതെല്ലാം പഞ്ചായത്തും ഇവിടെ കോവളമാണെങ്കിൽ കോർപ്പറേഷനാണ്, വർക്കല. അപ്പോൾ ഇവിടെയൊക്കെ അവിടെ ഇവിടെ ഓരോ വർക്കുകൾ ചെയ്ത് കുറച്ച് ഫണ്ട് വെച്ച് പോവുകയാണ്. അപ്പം നാളെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ധാരാളം ഫണ്ടും ഒരു ഇതിലേക്ക് കൊണ്ടുവരാനും ഇതിന് സ്ഥായിയായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാനും ഒക്കെ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LSCDയുടെ അണ്ടറിലാണ് ഈ കാണുന്ന ഈ സ്ഥലങ്ങൾ എല്ലാം ഒന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൂടെ തന്നെയും നമ്മുടെ ആർക്കിടെക്ടർമാരും പ്ലാനർമാർക്കും അതുപോലെ തന്നെ ഈ സ്കിൽഡായിട്ടുള്ള നമ്മുടെ സിവിൽ എഞ്ചിനീയർമാർക്കും ഒരുപാട് സാധ്യത അതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റി നമുക്കറിയാം, നമ്മുടെ കോർപ്പറേഷനുകളിലെ ലീച്ചേറ്റ് ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ്, അതെല്ലാം LSCD ആണ് ചെയ്യേണ്ടിയിരുന്നത്. അതിൻ്റെ LSCDയുടെ ഫണ്ടാണ്. നമ്മുടെ കൂടെ അതിനുള്ള എൻജിനീയർമാരുടെ കുറവ് കൊണ്ട് അത് വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ചു. വാട്ടർ അതോറിറ്റിയാണ് ഇപ്പം ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ അത് നമ്മൾ മദ്രാസിന് പോയി കഴിഞ്ഞാൽ മദ്രാസ് കോർപ്പറേഷനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ LSCDക്കും ഇപ്പോൾ അത് വാട്ടർ അതോറിറ്റി ചെയ്യുന്നു. നമുക്കത് ആവശ്യമില്ല, അവർ നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഭാവിയിൽ അവർക്കത് കഴിയാതെ വന്നാൽ അത് LSCDക്ക് ഏറ്റെടുക്കാം. അത് ഒരു ലീസ്റ്റ് പ്രപ്പോസലായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ നമ്മുടെ ലാൻഡ് ഫില്ല്, എഞ്ചിനീയറിംഗ് ലാൻഡ് ഫില്ല്, അങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതുമൊക്കെ എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ ഈ ടൂറിസത്തെയും ഈ വികസനത്തിനെയും വളരെയധികം ബാധിക്കുന്ന, ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത് ഇന്ന് നമുക്കൊരു നല്ലൊരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാവിയിൽ വേണം, വളരെ മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ ധാരാളം എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർമാരും പൊല്യൂഷൻ അതുപോലെ തന്നെ അതിനുള്ള എഞ്ചിനീയർമാരെല്ലാം നമ്മുടെ കൂടെയുണ്ട്. വളരെ സ്കിൽഡായിട്ടും MTechും PhD എടുത്തവരും ഒരുപാട് ഒട്ടനവധി LSCDയിൽ ഇപ്പം തന്നെ ഉണ്ട്, ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഭാവിയാണ് LSCDയിൽ മറ്റിതര ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാട്ടിലും കൂടുതൽ നോക്കുമ്പോൾ ഉണ്ടാകാം. തീർച്ചയായിട്ടും നമ്മുടെ എഞ്ചിനീയർമാർ LSCD ചൂസ് ചെയ്യണം, ഭാവിയുണ്ട്. അത് നമ്മൾ ഒരു എഞ്ചിനീയറായി കേവലം ഇരുന്നാൽ മാത്രം പോരാ, നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമുക്ക് മുന്നേറാൻ പറ്റും. ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് LSCD ആണ്. ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ 4700 നമ്മൾ എത്തിക്കഴിഞ്ഞു. PWDയെ കടത്തിവെട്ടി, ഇറിഗേഷനെ കടത്തിവെട്ടി ഇനിയും നമ്മൾ മുന്നേറും. തീർച്ചയായിട്ടും നല്ലൊരു ഭാവി LSCDക്ക് ഞാൻ നേരുന്നു. സാർ ഇപ്പോൾ സാറിൻ്റെ തന്നെ പ്രൊഫൈലിൽ നമ്മൾ പറഞ്ഞതാണ് ഒരു 7 ഇയേഴ്സോളം ചീഫ് എഞ്ചിനീയർ ആയിട്ട് സാർ LSCDയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റാർട്ടിങ് ടൈമിലല്ലേ, അപ്പോൾ ഈ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 6 മാസം ഒരു ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു 6 months സാറിൻ്റെ റോൾസും ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പം സ്റ്റുഡൻസിന് അതൊരു ഐഡിയ കിട്ടും അവർക്ക്. ഞാൻ LSCDയിൽ ചീഫ് എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പണ്ട് മുതലേ LSCDക്കാരനായതുകൊണ്ട് എനിക്ക് LSCDയുടെ എല്ലാ സ്പന്ദനങ്ങളും അറിയാം. അപ്പോൾ മുൻകാലങ്ങളിൽ LSCD ചീഫ് എഞ്ചിനീയറായിട്ടിരുന്നവരെല്ലാം PWDയിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ജനകീയ ബന്ധങ്ങളും അങ്ങനെയുള്ള LSCDകളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളതും പറഞ്ഞു കേട്ടതല്ലാതെ അവർക്ക് അതുമായിട്ട് നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ശീലം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടൊരു ബലഹീനത അന്നും LSCDയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് LSCDയിൽ നിന്ന് നേരിട്ട് വന്ന ഒരു എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർ ആയപ്പോൾ എനിക്ക് ഒട്ടനവധി കാര്യങ്ങൾ LSCDയിൽ 6 മാസം കൊണ്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ചുരുങ്ങിപ്പോയ കാര്യങ്ങൾ, തകരാറായി കിടക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നേരെയാക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ അതുപോലെ തന്നെ സ്റ്റാഫിനെ എല്ലാം ഏകീകരിക്കേണ്ടതുണ്ടായിരുന്നു. എല്ലാവരെയും അംഗീകരിക്കുകയും കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരികയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു എൻ്റെ ആദ്യത്തെ 6 മാസം. അതുപോലെ തന്നെ മറ്റു തരത്തിൽ പറഞ്ഞാൽ ഞാൻ CE ആയപ്പോൾ ഗവൺമെൻറ് എന്നെ CE ആയി LSCDയിൽ നിയമിച്ചു എന്നത് ഞാൻ ആ കസേരയിൽ കയറിയിരിക്കുക എന്നിട്ട് വളരെ സന്തോഷത്തോടെ പോവുക എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ധാരാളം പ്രവൃത്തികൾ ചെയ്യുക, മാക്സിമം ജോലി ചെയ്യുക, സബോർഡിനേറ്റ്സിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഇൻവോൾവ് ചെയ്യുക. അങ്ങനെ ഞാൻ വളരെ നേരത്തെ തന്നെ ഓഫീസിലെത്തുകയും വളരെ വൈകി ഓഫീസിൽ പല സ്ഥലങ്ങളിൽ കറങ്ങി അങ്ങനെ വീട്ടിലെത്തും വളരെ വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 6 മാസം കൊണ്ട് ഒരുപാട് സഫർ ചെയ്താണ് ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകും. ഈ 32 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത്രമാത്രം പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സാറിന് ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു പ്രോജക്റ്റ്, കാരണം നമ്മളിപ്പോൾ ഈ ഒരു ജേർണി 32 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ വേറെ വർക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ ചലഞ്ചിങ് ആയിട്ടൊരു പ്രോജക്റ്റ് ഞാൻ ചെയ്തിരുന്നല്ലോ, അങ്ങനെ വിചാരിക്കുന്ന ഒരു പ്രോജക്റ്റും അതെങ്ങനെ സാർ ആ ചലഞ്ച് ഓവർകം ചെയ്തു എന്നുള്ളത്, അപ്പോൾ ഇവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ LSCDയിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, വളരെ ചെറിയ പ്രോജക്റ്റ് മുതൽ വലിയ വലിയ പ്രോജക്റ്റ് വരെയുണ്ട്. അത് കോംപ്ലക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ബിൽഡിംഗ് ഉണ്ട്, ഇറിഗേഷൻ പ്രോജക്റ്റുകളുണ്ട്, ടൂറിസം പ്രോജക്റ്റുകളുണ്ട്, റോഡ് വർക്കുകളുണ്ട്, ബിൽഡിംഗ് വർക്കുകളുണ്ട്, വാട്ടർ സപ്ലൈ പ്രോജക്റ്റുകളുണ്ട്, എല്ലാം LSCD ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച എൻജിനീയറിംഗ് എല്ലാം ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി പഠിക്കേണ്ടതുമുണ്ട്. പഠിക്കാതെ നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ പഠിക്കണം. അപ്പോൾ LSCDയിൽ ഞാൻ ഓർത്തിരിക്കേണ്ട ഒട്ടനവധി പദ്ധതികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ സപ്ലൈ ധാരാളം ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി ബിൽഡിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾക്ക് എല്ലാം ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും LSCD എന്ന് പറയുമ്പോൾ അവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവും. ഇത് പ്രതിപക്ഷവും ലൈവായിട്ട് തന്നെ ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുന്നതും അതും ഭരണപക്ഷം ചെയ്യുന്നതായിട്ടാണ് അവർ കാണുക. അപ്പോൾ അതിൽ പോരായ്മകളും ഒക്കെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് അവർ പോസ്റ്റർ ഒട്ടിക്കുക, സമരം ചെയ്യുക, ഇതുമൊക്കെ എല്ലാ സ്ഥലത്തും നടക്കും. അതിലൊന്നും നമ്മൾ പതറാൻ പാടില്ല. അത് അവർക്കെതിരെ ആണെങ്കിലും ഇൻഡയറക്റ്റായിട്ട് എഞ്ചിനീയർമാർക്കെതിരെയാണ് വരിക. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് എല്ലാം കറക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം എല്ലാം തിരുത്തപ്പെടണം, ശരി മാത്രം ആയി വരണം അവസാനം. അപ്പോൾ ഇത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രം നമ്മൾ കാണുകയും ഈ ചലഞ്ചസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വളരെ ബുദ്ധിപരമായിട്ടും ക്ഷമയോടും കൂടി കൂടുതൽ സമയം ഇതിൽ ചെലവഴിച്ച് മടിയനായി ഇരുന്ന് പോവാതെ ഇതെല്ലാം ഞാൻ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ പുതിയ എഞ്ചിനീയർമാർക്ക് ഞാൻ ചെയ്തത് അതാണ്. നമ്മുടെ പുതിയ എഞ്ചിനീയർമാർക്കും അതുതന്നെയാണ് അഡ്വൈസ് പോലെ സാറ് കൊടുക്കുന്നത്.
ഇപ്പം നമ്മൾ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആയിട്ട് ഇപ്പം സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പം ഫസ്റ്റ് അവർ കയറാൻ പോകുന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്കാണ്. അപ്പം എല്ലാവരും ഒരുപാട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഇപ്പം LSTD എന്ന് പറയുന്നത്. അപ്പം ഒരു ആയിട്ട് ഇവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇപ്പം ഡെയിലി അല്ലെങ്കിൽ എവറി ഡേ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കുറച്ച് ടൈപ്പ് ഓഫ് തിങ്സ് കാണും. അപ്പം അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മൾ കോർപ്പറേഷനിലേക്ക് നമുക്ക് ജോലി കിട്ടിയാൽ ഒരു ആയിട്ട് കിട്ടിയാൽ അവിടെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും. സൂപ്രണ്ടിങ് എഞ്ചിനീയർ മുതൽ ഓവർസിയർമാർ, ഒരു വലിയ ജനാവലി എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഉണ്ടാവും. അപ്പം അവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം, ഡ്യൂട്ടി പറഞ്ഞുതരാം. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ മറ്റുള്ളവരെ അസസ് ചെയ്യാൻ മെടുക്കനാണെങ്കിൽ, വളരെ ബുദ്ധിപരമായിട്ട് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ റുട്ടീനായിട്ടുള്ള കാര്യം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. പിന്നെ ഒരു പ്രൊസീജിയർ, ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീജിയർ മാത്രമാണ് അവിടെ നമുക്ക് പഠിക്കേണ്ടത്. അത് നമ്മൾ ഒരു 2 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ട് തന്നെ നമ്മൾ വളരെ ഈ ഞാൻ പറഞ്ഞ പോലെയുള്ള ഒരു മെൻറ്റാലിറ്റിക്കാരനാണെങ്കിൽ അങ്ങനെ ആക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ ഔട്ട്കം എന്താണെന്ന് ആൾക്കാർ അസസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇതെല്ലാം അവരെ വാച്ച് ചെയ്ത് അവരെന്താ ചെയ്യുന്നത് അതിലൂടെ നമുക്ക് അവിടെയൊക്കെ പോകാൻ കഴിയും. എന്നാൽ നമ്മൾ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമ്മളും 1-2 ഓവർസിയർ കാണും, ചിലപ്പോൾ ഉണ്ടാവുകയില്ല. അപ്പം നമ്മൾ ആകെ കൂടി അക്ഷരാർത്ഥത്തിൽ നമ്മൾ പെട്ടുപോയോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഫയലുകൾ ഇങ്ങനെ വന്നിരിക്കും. അപ്പം നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യും, ഇതെങ്ങനെയാണ് വായിച്ചെടുക്കുക, ഇതെങ്ങനെയാണ് ചെയ്യുക, മുന്നേ ആൾ ചിലപ്പം പറയാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ മാറ്റിയിട്ടായിരിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനെ അതിജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിത്തീരുക. അത് നമുക്ക് കഴിയും. അവിടെ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചിലപ്പം ബിൽഡിംഗ് ആപ്ലിക്കേഷൻ ആകാം. അപ്പോൾ തന്നെ ഒരുപാട് പബ്ലിക്സൊക്കെ 2 ദിവസം നമ്മുടെ മുമ്പിൽ ഒരു ഫയൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസ് തരണം, എനിക്ക് മഴയ്ക്ക് മുമ്പ് അത് കെട്ടിക്കയറാനാണ്, അല്ലെ നമ്പർ ഇടേണ്ടതാണ്, അപ്പോൾ സാറ് അതൊന്ന് ചെയ്തു തരണം. അപ്പോൾ നമുക്കറിയില്ലായിരിക്കും എന്താ ചെയ്യണം. അപ്പോൾ ഇതുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ പൂർവികരായിട്ടിരുന്ന എഞ്ചിനീയർമാരും എഞ്ചിനീയറിംഗ് സ്റ്റാഫും ഇതെല്ലാം ഓവർകം ചെയ്തിട്ടാണ് മേളിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് കയറിയ ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ഇപ്പോഴത്തെ ജനറേഷനും അന്നത്തെ ജനറേഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അന്നത്തെ ഞങ്ങളുടെ കാലത്തുള്ള ജനറേഷൻ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ളവരാണ്. ഇന്നത്തെ ജനറേഷൻ എഞ്ചിനീയർമാർ കൂടുതലും സ്ട്രഗിൾ ചെയ്യാതെ അവരുടെ അച്ഛനും അമ്മയും സ്ട്രഗിൾ ചെയ്ത് കുട്ടികളെ കുറച്ചും കൂടെ സ്ട്രഗിൾ ഒഴിവാക്കി ജീവിപ്പിച്ചതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഈ ഫീൽഡിലേക്ക് 25 വയസ്സ് കഴിയുമ്പോൾ അതെല്ലാം മാറ്റം വരുത്തി നമ്മൾ സ്ട്രഗിളിങ്ങിലേക്ക് തന്നെ മാറണം. അപ്പോൾ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തി ഈ പ്ലാനുകളൊക്കെ നമുക്ക് ഓവർസിയറുടെ സഹായത്തോടെ നമുക്ക് കുറച്ചും കൂടെ ഇവാലുവേറ്റ് ചെയ്യാം. സ്പീഡപ്പ് വേണം. അതല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള AXE അടുത്ത ബ്ലോക്കിലുണ്ടാവും, അവരുടെ സഹായത്തോടെയും നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ട്രെയിനിങ് നന്നായി നടത്തുന്നുണ്ട്. ആ ട്രെയിനിങ്ങിലൂടെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. വേറെ വിഷയമൊന്നുമില്ല. നമ്മുടെ സിവിലിയനുണ്ട്, അതുപോലെ തന്നെ വേറെ കോച്ചിങ് സെൻ്ററുകളുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ഇതേമാതിരിയുള്ള പ്രോഗ്രാംസ് നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പറ്റാത്ത കുട്ടികൾക്ക് ഫോണിൽ കൂടെയോ അല്ലാതെയോ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഓവർകം ചെയ്യാം. സാർ, ഇപ്പോൾ നമ്മൾ ഇപ്പം LSTD എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോമൺ പീപ്പിളുമായിട്ട് അത്രയധികം നമ്മൾ അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ പബ്ലിക് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് ഒരുപാട്. അപ്പോൾ അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോഡിൻ്റെ ഫെയിലിയർ ആകാം പെട്ടെന്ന് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലഡൊക്കെ വന്ന ടൈമിൽ അപ്പം അങ്ങനെ പെട്ടെന്ന് വരുന്ന ഈ ഒരു ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക്സ് എന്ന് വരുന്ന ഈ കംപ്ലയിൻറ്റ്സ്, അപ്പം ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ഒരു AE അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ എങ്ങനെ തയ്യാറെടുത്തിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അവർക്കൊരു ടിപ്പ് പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇതിൽ ഇപ്പം ഈ ചോദിച്ച ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ പുതിയതായി ജോയിൻ ചെയ്യുന്ന AEമാരെ ഭയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് മാഡം ചോദിച്ചത്. അപ്പം അങ്ങനെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. കാരണം നമ്മളെപ്പോലുള്ള പുതിയതായി വരുന്ന എഞ്ചിനീയർമാരോ ആരും ആയിക്കോട്ടെ, ഒരു കംപ്ലൈൻറ്റ് ആദ്യമായിട്ട് ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ശരി മാത്രം കണ്ടു വളർന്നവരും, നമ്മളെ ആരും തെറ്റായി നമ്മളെ കുറ്റപ്പെടുത്താതെ ജീവിച്ചു വരികയും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മളതൊരു കുറ്റപ്പെടുത്തലും ആവുമ്പോൾ നമുക്കൊരു അതിനെ ആകൂടി ഒരു അങ്കലാപ്പുണ്ടാവും. അതൊന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. വിജിലൻസിലും കൊടുക്കാം, അവിടെയൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഒരു 80%, 70% നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും പേടിക്കാനില്ല. കംപ്ലൈൻറ്റുകൾ വന്നാൽ നമ്മൾ പരിശോധിക്കുക. നമ്മൾ ചെയ്താകുമ്പോൾ നമ്മളെന്ത് പരിശോധിക്കാനാണ് ഇരിക്കുന്നത്? നമുക്കത് ബോധ്യമാണ്. ബോധ്യമല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സീനിയറായിട്ടുള്ള എഞ്ചിനീയറെയൊക്കെ വിളിച്ച് കാണിക്കുക. അതിലൂടെ അതിനൊരു പരിഹാരം കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ചെയ്ത ബിൽഡിങ്ങുകൾ ചെരിഞ്ഞു പോവുക,
അതുപോലെ തന്നെ സൺഷെയ്ഡുകൾ ഇടിഞ്ഞ് ഭിത്തിക്ക് വാളിനൊക്കെ ക്രാക്സ് ഒക്കെ ഉണ്ടാകുക, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി സംഗതികൾ, റോഡുകൾ ഡാമേജ് ആകുക വേഗം. അപ്പം ഞാൻ അതിനെ ഇത് അറിയുമ്പം തന്നെ ഞാൻ നേരിട്ട് പോയി ഞാൻ തന്നെ പരിശോധിച്ച് എന്താണ് അതിന് റെക്ടിഫിക്കേഷൻ എന്നുള്ളത് ഞാൻ നമ്മുടെ സീനിയറായിട്ടുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ആ രീതിക്ക് കോൺട്രാക്ടർക്കോ അല്ലെങ്കിൽ അവർ സഹകരിക്കുന്നില്ല വേറെ ആൾക്കാരെ വെച്ചോ അത് ധൈര്യമായി തന്നെ അത് റെക്ടിഫൈ ചെയ്യും. അപ്പം അതങ്ങനെ ചെയ്യാം, അല്ലാതെ നമ്മൾ അവിടെ ഇട്ടിട്ട് പോന്നിട്ട് കാര്യമില്ല. ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കണം. അതാണ് അതെ, നമ്മൾ നേരിട്ട് നമ്മൾ മൂന്നാമതൊരാളെ വിട്ട് പരിശോധിച്ചിട്ട് അത് ചെവി കൂടെ കേട്ടിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ തന്നെ നേരിട്ട് പോയി അത് കണ്ടത് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്ന നമ്മുടെ സീനിയറായിട്ടുള്ളവർ തീർച്ചയായിട്ടും, എനിക്കും അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഓർമ്മയിലുണ്ട്, എനിക്ക് എന്നെ സഹായിച്ചവരുണ്ട്, അതിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇപ്പം നമ്മുടെ LSCDയിൽ ഇപ്പോൾ കൂടുതൽ സിവിൽ എഞ്ചിനീയർമാരെല്ലാം ലേഡീസാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അവർക്ക് സൈറ്റിൽ പോകാനും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇതര ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ലേഡീസ് ആകുമ്പോൾ പൊതുവേ നമ്മളെങ്ങനെ അവരുമായിട്ട്, ഇവരെല്ലാം ചെറുപ്പക്കാരുമാണ് നമ്മുടെ എമാരും ഒക്കെ തന്നെ. അപ്പോൾ എങ്ങനെ മിങ്കിൾ ചെയ്യപ്പെടും എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. പല രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഒരു കാര്യം വിചാരിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ഭരണഘടന അനുസരിച്ച് 50% ലേഡീസാണ് മെമ്പർമാർ, 50% ലേഡീസാണ് ചെയർമാൻമാർ. അപ്പം നമുക്കവിടെ പ്രൊട്ടക്ഷനുണ്ട് ആൾറെഡി. എല്ലാ മെമ്പർമാരെയും പകുതി ആൾക്കാർ ലേഡീസ് ആയതുകൊണ്ട് നമ്മൾക്ക് എപ്പോഴും നമുക്ക് അവരുമായിട്ടൊരു ഇതുള്ളതുകൊണ്ട് അങ്ങനെ ഒന്നും ലേഡീസിന്, നമ്മുടെ ലേഡി എഞ്ചിനീയർമാർക്ക് പേടിക്കാനില്ല. മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും കൂടുതൽ സേഫാണ് LSCD അവിടെ. പക്ഷേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരാതികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഭരണപക്ഷം ഉണ്ടാവും പ്രതിപക്ഷം ഉണ്ടാവും, അപ്പം പരാതികളുണ്ടാവും. നമ്മളൊരു ശ്രദ്ധയോടുകൂടി ഈ പറഞ്ഞ ഒരു 80% അത് നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ പരാതികളൊക്കെ അതിലേ പോവും. ഞാനും ഒക്കെ ലക്ഷക്കണക്കിന് പരാതികൾ കേട്ടിട്ടുള്ളവനാണ്. അതൊക്കെ എന്നിട്ടും ഞാൻ വളരെ സുധൈര്യമായിട്ട് അതിനെ നേരിടുകയും സന്തോഷമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്ന ആളായിരുന്നു. സാർ, ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എമാർ സാറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്ത് കുറച്ച് നാളത്തെ സർവീസൊക്കെ ആകുമ്പോൾ ഇപ്പം ജോയിൻ ചെയ്യുന്നതിൽ തന്നെ കുറച്ച് ആൾക്കാരിൽ സാറ് കാണുന്ന ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാപ്പബിലിറ്റീസൊക്കെ, ചിലരിൽ ഒരു പ്രത്യേകതരം ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ സാറിന് ഓർക്കാൻ പറ്റുന്ന ഒരു നിമിഷമുണ്ട്. അതിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യത്തില്ലല്ലോ, കാരണം അവർ ജോയിൻ ചെയ്ത് കുറച്ച് നാളാണ് ആകുന്നത്. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിങ്ങിൽ തന്നെ ആയിരിക്കാം അത്. അപ്പം ആ ഒരു പരിഭ്രമിച്ച് നിൽക്കാതെ തന്നെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ സാറിന്? തീർച്ചയായിട്ടും. നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ LSCD എഞ്ചിനീയർമാരും PWD എഞ്ചിനീയർമാരെയും ഇറിഗേഷൻ എഞ്ചിനീയർമാരെയും ഞാൻ സസൂക്ഷ്മം വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LSCD എഞ്ചിനീയർമാർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർമാരെക്കാട്ടിലും ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലാണ്, ഡിസിഷൻ മേക്കിംഗ്. കാര്യം അവർ ഇതുപോലെയുള്ള ത്രെട്ടുകളും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് എപ്പോഴും വിജിലൻ്റ് ആയിരിക്കും. ആ വിജിലൻ്റ് ആയിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ LSCDയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ആൻഡ് വിജിലൻ്റ് ആയിട്ടുള്ളൊരു മൈൻഡും ഡെവലപ്പ് ചെയ്യും, നമ്മളറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നമ്മൾ ആ LSCഡിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ക്വാളിറ്റികളെല്ലാം നമ്മുടെ ഒപ്പം വരും. അപ്പോൾ അതിലൂടെ എൻ്റെ സർവീസ് പീരീഡിൽ ഞാൻ ഒരുപാട് ക്വാളിറ്റിയുള്ള എഞ്ചിനീയർമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനിരിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പല എൻജിനീയേഴ്സിൻ്റെ മീറ്റിങ്ങുകളിലും ഞാൻ ഇവരെ പ്രത്യേകം വിളിച്ച് അഭിനന്ദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഇതിന് കുറച്ചൊക്കെ പിന്നോട്ട് വലിയുന്ന എഞ്ചിനീയർമാരും ഉണ്ട്. അവരെയൊക്കെ ഞാൻ പിക്ക് ചെയ്യും, ഞാൻ അവരെ നോട്ട് ചെയ്തിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇവരിലൂടെയും ഒക്കെ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നല്ല ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ സമയത്ത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാർ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജീസിൽ വരുന്ന ഒരു ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ഒക്കെ പുതിയതായിട്ട് വരുന്നത്, ഇപ്പോൾ BIM പോലെയുള്ള സോഫ്റ്റ്വെയർസ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മോഡേൺ കൺസ്ട്രക്ഷൻ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ എത്രമാത്രം വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലായിക്കോട്ടെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഒരു ചേഞ്ച്. സാർ ഇപ്പോൾ 32 ഇയേഴ്സോളം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട്, സാറ് ലാസ്റ്റ് ടൈമിൽ വർക്ക് ചെയ്ത ഒരു ടൈമിലൊക്കെ ഈ ഒരു വ്യത്യാസം വന്നൊരു ടൈമാണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെ നോക്കി കാണുന്നുണ്ട് സാർ? ഡിഫറൻസ് ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എയ്ഡഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ്സ് വന്നതോടുകൂടി LSCD എഞ്ചിനീയർമാർക്കുള്ള ലോഡ് ഏകദേശം ഒരു 75% കുറഞ്ഞു. എഴുത്തും പിടിയും കൂട്ടലും ഒക്കെ ഒഴിവായി. എല്ലാം ഇപ്പോൾ സൂപ്പർവിഷനും ക്വാളിറ്റി കൺട്രോളും
അതിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാ എല്ലാ സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൂപ്പർവിഷൻ നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് ആക്കാൻ കഴിയില്ല. അപ്പോൾ അതൊഴിച്ചുള്ള കാര്യങ്ങളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാ പുതിയതായി കയറാൻ പോകുന്നവരും എല്ലാവരും സോഫ്റ്റ്വെയറിനും ലാപ്ടോപ്പും വളരെ ഫെമിലിയർ ആയതുകൊണ്ട് അവർക്ക് വളരെ ഡീൽ ചെയ്യാൻ LSCDയെ സംബന്ധിച്ചിടത്തോളം അന്നേ തന്നെ ഈ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ ഇതര ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും മുന്നിലായിരുന്നു. ഞാനിരിക്കുമ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് ടെൻഡർ തുടങ്ങിയത് LSCDയിലാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് PWDയിലും ഇറിഗേഷനിലേക്കും ഒക്കെ. ഇറിഗേഷനിൽ ലാസ്റ്റാണ്. അപ്പോൾ അന്നേ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ചു. LSCDയിലേക്ക് ടെൻഡർ കൊണ്ടുവന്നു. കാരണം മൾ പ്രാക്ടീസ് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടും നമ്മുടെ ജൂനിയർ എഞ്ചിനീയറായ താഴെയുള്ള എഞ്ചിനീയേഴ്സിന് ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ടെൻഡർ വേഗം നടപ്പാക്കുക എന്നുണ്ടായി. അതിനുശേഷം ഈ പറയുന്ന പ്രൈസ് സോഫ്റ്റ്വെയർ അതിൽ കുറച്ച് ജോയിൻ ചെയ്തു. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള സോഫ്റ്റ്വെയർ ഇതെല്ലാം LSCD ഞാനും കൂടി ഇരിക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ പബ്ലിക്കിൻ്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ പബ്ലിക്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കൂടുതലായിട്ടും വരുന്ന ഒരു കൺസേൺ ഈ റോഡ് ഫെയിലിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സാർ, ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്തിട്ട് ഒരു 6 മന്ത്സിനുള്ളിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സോ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റോ വന്നോ എന്ന് വിചാരിക്കുക. അപ്പം ആദ്യമേ തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വാളിറ്റി മെഷേഴ്സ് എന്തായിരിക്കും? വളരെ ഇമ്പോർട്ടൻറ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ക്വാളിറ്റി മെഷേഴ്സ് ഏതായിരിക്കും എന്ന് പറഞ്ഞാലൊന്ന് നല്ലതായിരിക്കും ഇവർക്ക്. നമ്മളിപ്പോൾ റോഡ് നമ്മുടെ നിർമ്മാണത്തിൽ ഫെയിലിയറൊക്കെ നമ്മൾ കാണുന്ന നിത്യസംഭവമാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഇതിന് വരുന്ന തുക വളരെ തുച്ഛമായിരിക്കും. പക്ഷേ അവർ നമ്മുടെ ഇതിനെ ആരാണോ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ തരുന്ന കമ്മിറ്റി നമ്മളോട് പറയുക ഇത്ര മീറ്റർ അവിടം വരെ ആ റോഡ് മുട്ടിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആൾക്കാർ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ടെക്നോളജിയും ഈ സ്പെസിഫിക്കേഷനും ഒക്കെ മറന്നു പോകുന്നതാണ് ഫെയിലിയറിലെ മെയിനായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ കൊണ്ടുപോകണം. കാരണം അവിടം വരെ എത്തിയില്ലെങ്കിലും ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ പ്രകാരം നമ്മൾ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റോഡിനെ സംബന്ധിച്ച് അതിൻ്റെ സബ്ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള നിലവിലുള്ള അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ലാൻഡ് അവിടെ മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ സാച്ചുറൽ പോയിൻ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കോമ്പാക്ഷൻ, അതിൻ്റെ ഗ്രഡേഷൻ, അത് ക്ലേ സോയിലാണോ ഗ്രാവലി സോയിലാണോ സാൻഡ് സോയിലാണോ, ഇതെല്ലാം നമ്മൾ കയ്യിലെടുത്ത് കട്ട് ചെയ്ത് നോക്കിയാൽ അത് ബെയറിംഗ് കപ്പാസിറ്റി CBR കൂടുതലാണോ, CBR ആണോ റോഡ് വർക്കിന് നമ്മൾ നോക്കുക. അത് നമുക്ക് CBR ആണോ ഇല്ലയോ എന്നുള്ളത് കയ്യിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വലിയ വർക്കായിട്ടാണെങ്കിൽ നമ്മൾ ലാബിൽ കൊണ്ടുപോയി CBR നോക്കണം. അതുപോലെ ട്രാഫിക് ഇൻറ്റൻസിറ്റി നമ്മൾ കൗണ്ട് എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് പിന്നെ അടുത്തുള്ള വാട്ടർ ടേബിൾ എത്രയാണ് എന്നേക്ക് മാക്സിമം വരിക, ഈ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാറുണ്ട്. അങ്ങനെ മേജർ വർക്ക് വരുമ്പോൾ നമുക്ക് ആ രീതിയിലൊക്കെയുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ട് വേണം നമുക്ക് റോഡ് വർക്ക് തുടങ്ങാൻ. ശേഷം നമുക്ക് ഇതുപോലെ സബ് ബേസ് പിന്നെ ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് എങ്കിൽ അതിലേക്കുമൊക്കെ കടക്കാം. അപ്പോൾ ഈ ഫെയിലിയർ വരുമ്പോൾ നമുക്ക് വരും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിൽ മാത്രം നമ്മൾ ടാറിങ് നടത്തുന്നത്. കാരണം താഴേക്കുള്ളത് ബലപ്പെടുത്താതെ മേളിലേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മേളിലേക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മേളിൽ മാത്രം ചെയ്തു പോകും. അപ്പോൾ അത് ഭാഗ്യമുണ്ടെങ്കിൽ അത് പൊട്ടൂല, ഇല്ലെങ്കിൽ അത് പൊട്ടും. അപ്പോൾ അതല്ല എങ്കിൽ നമ്മൾ എല്ലാം നല്ല ഡിസൈൻഡ് റോഡായിട്ട് തന്നെ ചെയ്ത് സ്പെസിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിരിക്കണം, കീപ്പ് ചെയ്ത് ഈ പറയുന്ന ഫ്ലഡൊന്നും ഉണ്ടാകാത്ത ഹൈറ്റും സ്ലോപ്പും ഒക്കെ കൊടുത്ത് റോഡ് വിഡ്ത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഷോൾഡറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കേമ്പർ സൂപ്പർ എലിവേഷൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോൾ PMGSY റോഡ് 20 വർഷം 15 വർഷമൊക്കെ കിടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റേറ്റിലുള്ള റോഡ് 5 വർഷം 2 വർഷം കഴിയുമ്പോഴത്തെ തന്നെ ഫെയിലിയർ ആകുന്നു. അതെന്താ വെച്ചാൽ ആ ക്വാളിറ്റിയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ PMGS പ്രധാനമന്ത്രി സദക് യോജനയും അതിൻ്റെ ക്വാളിറ്റി വെരിഫിക്കേഷനും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് അതിനെ കാണണം. അപ്പം നമ്മുടെ എഞ്ചിനീയർമാർക്ക് അതും ചെയ്യാനറിയാം, ഇതും ചെയ്യാനറിയാം. അത് ഫണ്ടാണ് എല്ലാത്തിൻ്റെയും മെയിനായിട്ടുള്ള. സാർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ആഡ് ഓൺ ചെയ്യാണ്. നമ്മൾ ഇപ്പം സാറ് വർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പം നാഷണൽ ലെവലിലുള്ള പ്രോജക്ട്സിലും ഇൻക്ലൂഡഡ് ആണ്, സ്റ്റേറ്റ് ലെവലിലും. അപ്പം ഈ പ്രോജക്ട്സിൽ സാറ് നോക്കിക്കാണുന്ന ഡിഫറൻസ് പ്രോജക്റ്റിൽ സ്കെയിലിലാകാം, അതിൽ സ്പെസിഫിക്കേഷൻസ്, റെഗുലേഷൻസ്, ഇതിലൊക്കെ കാണുന്ന ഒരു ഡിഫറൻസ് സാറിന് തോന്നിയിട്ടുള്ള ഒരു സൈറ്റ് വർക്കിലായിക്കോട്ടെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തൊന്ന് പറഞ്ഞാൽ മതി സാർ, എങ്ങനെയായിരിക്കും?
ഇപ്പം നമ്മുടെ ഈ PMJSY LSTDയുടെ കൂടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്രോർസ് കണക്കിന് കിലോമീറ്റർ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ കേരളത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് LSTD എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ LSTD എഞ്ചിനീയറിങ്ങിൽ ഈ PMJSYയുടെ റോഡ് ചെയ്യുന്ന AEമാർ അവിടെ തന്നെയുള്ള എഞ്ചിനീയർമാർ. അതിനൊരു വേറൊരു പേരുണ്ട്, അങ്ങനെ ഒരു എഞ്ചിനീയർമാർ. അത് LSTD എഞ്ചിനീയർ അല്ല. അതിൻ്റെ AXE മുതൽ മേലേക്ക് മാത്രമേ LSTDയുടെ എഞ്ചിനീയർമാർ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇംപ്ലിമെൻറ്റേഷൻ LSTDയിലെ AEമാർക്ക് ഷെയർ ചെയ്യപ്പെടുന്നില്ല. ഈ AXEമാർ മുതൽ മേളിലേക്ക് വരുന്നുണ്ട്. അവരും ഇതുപോലെയുള്ള ഈ ക്വാളിറ്റി വർക്കിൽ കൂടുതലായി ഇൻവോൾവ് ചെയ്യുന്നില്ല. അവർ സീനിയർ ഓഫീസേഴ്സായിട്ട് വന്ന് നോക്കി അവർ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് കഥ കേട്ടിട്ട് അവർ പോകുന്നുള്ളതല്ലാതെ ഈ അവിടുത്തെ AEമാരുടെ കൂട്ടുള്ള അവർ ഇംപ്ലിമെൻറ്റിങ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിച്ചാൽ, PMJSYയിലെ AEയും LSTD AEമാരെ ഒന്നിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റിയും ആ ഒരു സ്പെസിഫിക്കേഷനും എല്ലാം ഇങ്ങോട്ടേക്കും പരസ്പരം വരികയും മാക്സിമം LSTDക്ക് നല്ല രീതിക്ക് മുന്നേറാനും കഴിയും. അന്ന് ഞങ്ങളൊന്ന് അതിനൊന്ന് ശ്രമിച്ചതാണ്. പക്ഷെ അത് ഭാവിയിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ LSTD എഞ്ചിനീയർമാർക്ക് PMJSY AE ആയിട്ടും അവിടുന്ന് ഇങ്ങോട്ടും വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നല്ല ഒരു ഡെവലപ്മെന്റ്സിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ AE ആയിട്ട് കയറുമ്പം ഒരുപാട് ഇപ്പം ടെൻഷനാകാം, അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ടാകാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവ് കാരണമൊക്കെ മിസ്റ്റേക്സ് സംഭവിക്കാനായിട്ടുള്ള ചാൻസസ് ഉറപ്പായിട്ടും അത് സംഭവിക്കുന്നതാണ്. അപ്പം സാറ് അങ്ങനെ ഏതെങ്കിലും കണ്ടവർ, അതായത് ഇപ്പം കൂടുതലും കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇവരെ ഒരു അശ്രദ്ധ കാരണമൊക്കെ വരുന്ന മിസ്റ്റേക്സ് ആയിട്ട് സാറിന് തോന്നിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാമോ? എനിക്ക് തോന്നിയിട്ടുള്ളതാണോ അത് മറ്റുള്ളവർക്കാണോ? സാർ ഇപ്പം സാറിന്റെ അണ്ടറിൽ തന്നെ വർക്ക് ചെയ്തവർക്ക് സാറിന് ഫീൽ ചെയ്തിട്ടുള്ള കാണുമല്ലോ. അപ്പൊ ഇവരത് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പൊ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാനും ആഗ്രഹം കാണും എന്തൊക്കെ മിസ്റ്റേക്സ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാഡം പറഞ്ഞത് ശരിയാണ്. എനിക്കുണ്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഞാൻ ചെറിയ ഓഫീസ് മുതൽ മേലിലേക്ക് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അത് എനിക്കറിയാം. നമ്മുടെ എഞ്ചിനീയർമാർ പുതുതായി വരുന്നത് തീർച്ചയായിട്ടും അത് ആവർത്തിക്കുമെന്നും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചീഫ് എഞ്ചിനീയറായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുമായിട്ടുള്ളവർ ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ നിയമത്തിനെതിരാണ്, അത് തെറ്റായ രീതിയിലാണ് ചെയ്തത്. പക്ഷേ അവരറിയാതെ ചെയ്തു പോയി. ചെയ്തു കഴിഞ്ഞു, ആരെങ്കിലുമൊക്കെ വിജിലൻസോ അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ വിജിലൻസോ അല്ലെങ്കിൽ ഓഡിറ്റ് വിങ്ങോ ഒക്കെ പിടിച്ചു കഴിയുമ്പോഴാണ് അവർ ഈ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയുന്നത്. ഒരിക്കലും നമ്മൾ അവരെ അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവർക്ക് നമ്മളത് ക്ഷമിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ ചെറിയ തോതിൽ അവർക്ക് ഒരു ബാഡിങ്ങൊക്കെ കൊടുത്ത് അത് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. ഒരിക്കലും അതിൻ്റെ പേരിൽ അവരെ ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ അവരെ മനസ്സ് മടുപ്പിക്കാനോ LSTD CE എന്നുള്ള നിലക്ക് ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വളരെ നല്ല രീതിക്ക് മുന്നേറാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. സാർ ഇപ്പം ഒരുപാട് നമ്മൾ നേരത്തെ ചോദിച്ചാൽ റിമാർക്കബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റും ചാൻസസ് ഉണ്ടല്ലേ വരാനായിട്ട്. അപ്പം ചിലപ്പോൾ ഒരുപാട് ഉണ്ടായി കാണാം, അല്ലെങ്കിൽ സാറിന് ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മൈൻഡിന് ഇതാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റും കാണാം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? അതായത് ഒരുപാട് സമ്മർദ്ദത്തിൽ അതെങ്ങനെ സാർ അത് കൈകാര്യം ചെയ്തു എന്നും കൂടി ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇതുണ്ട്. ഇപ്പം ഈ മാഡം ചോദിച്ച ക്വസ്റ്റ്യൻ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ LSTDയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്താലും അത് പരിശോധിക്കപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. PWD ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പരിശോധിക്കപ്പെടുന്ന ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ചെയ്യുന്ന നാട്ടുകാർ കണ്ടുപോകും. ഇറിഗേഷൻ ആണെങ്കിലും ആരും അറിയാതെ അവരെ ചെയ്തു പോകും. LSTDയിൽ അതല്ല. ഏതും പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റ് ചെയ്താലും അത് പരിശോധിക്കപ്പെടും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ LSTDയിൽ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾ ചെയ്തതും അത് നന്നായിട്ട് സോയിൽ എക്സ്പ്ലോറേഷൻ പോലുള്ള സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് അതനുസരിച്ച് ഡിസൈൻ വെളിയിൽ കൊടുത്ത് വൃത്തിയായി ഡിസൈൻ ചെയ്ത് അത് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തി ആർക്കിടെക്ചറൽ പ്ലാനൊക്കെ ഉണ്ടാക്കി അതും വീണ്ടും പരിശോധിച്ച് വളരെ കൃത്യതയോടുകൂടി തന്നെ ആയിട്ടുള്ള ഏത് പ്രോജക്റ്റും, ഇപ്പോൾ ഇറിഗേഷൻ പ്രോജക്റ്റ് വരെ എഞ്ചിനീയറിങ് ചെയ്യുന്നുണ്ട്. വലിയ പുഴകളിൽ ചെക്ക് ഡാമൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോയിട്ടുള്ളൂ. അവരുടെ എല്ലാ സർട്ടിഫിക്കേഷനോട് കൂടിയേ ചെയ്യുള്ളൂ. കാരണം ഇത് പരിശോധിക്കപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയത്. ഇപ്പോൾ ഞാൻ ചെയ്ത കാലത്ത് മാഡം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ശ്രദ്ധയോടുകൂടി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള അപജയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശ്രദ്ധയാണ്. അപ്പോൾ ആ ശ്രദ്ധയും കുറച്ച് മനക്കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട്
ഇതിലൂടെ നമുക്ക് തീർച്ചയായും എന്തായാലും ഇഷ്യൂസ് വരാന്നുള്ള ഒന്ന് വിജിലന്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനും ഈസി ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സാർ സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും സാറിന് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു സാർ പറഞ്ഞതും മേ ബി ഈ ഒരു വിജിലന്റോടുകൂടി തന്നെ സാർ ഇരുന്നത് കൊണ്ടും ആയിരിക്കാം ആ ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ കേരളത്തിന് നോക്കി കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഇപ്പം LSTDയിലേക്ക് അപ്പം ഈ ഡെവലപ്മെന്റിന് ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് LSTDനെ പറയാനായിട്ട് പറ്റും. ഇപ്പം വലിയ ഡെവലപ്മെന്റ്സിൽ അപ്പോൾ ഒരു AE ആയിട്ട് LSTDയിൽ ജോയിൻ ചെയ്യുന്ന ഇപ്പം AE ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഇപ്പം ആസ്പിറൻസ് ഇനി ജോയിൻ ചെയ്യാൻ പോകുന്നവരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്തൊക്കെ റോൾ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കാരണം ഇപ്പം മിക്ക ആൾക്കാരും ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതും പബ്ലിക് സർവീസ് എന്നുള്ളൊരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് സ്വന്തം നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പം എന്തൊക്കെ സ്കോപ്പാണ് ഇവർക്ക് ഇപ്പം LSTD ഡിപ്പാർട്ട്മെന്റിൽ ഫ്യൂച്ചറിൽ ഇനി വരുന്ന ഡെവലപ്മെന്റ്സിൽ ഇവർക്ക് ഉള്ള റോൾസ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും സാർ. ഇപ്പോൾ LSTD ഞാൻ പറഞ്ഞല്ലോ, LSTD ആണ് ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ LSTDയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങൾ ഞാൻ പറഞ്ഞു. ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ മദ്രാസ് മെട്രോ കോർപ്പറേഷൻ, ബാംഗ്ലൂർ മെട്രോ കോർപ്പറേഷൻ, ഡൽഹി മെട്രോ കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് അതോറിറ്റികളും ഒക്കെ LSTDയുടെ കീഴിലാണ്. അപ്പോൾ ഇതിലൊക്കെ വികസനങ്ങൾ ഭാവിയിൽ എങ്ങനെ ഒരു 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരു വളരെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ LSTDയിൽ അതിൻ്റേതായിട്ടുള്ള വികസനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ അവരോട് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തിരുന്ന കാലം മുതൽ നോക്കിയാൽ അന്നിരുന്ന പല പഞ്ചായത്ത് പ്രസിഡന്റുമാരും നല്ല എഫിഷ്യൻ്റായിട്ടും ബുദ്ധിപരമായിട്ടുള്ള നല്ല ലീഡേഴ്സ് ഇന്ന് മന്ത്രിമാരായിട്ടുണ്ട്, MLA-മാരായിട്ടുണ്ട്. അവരോടൊത്ത് അവർ ചെയർമാരായിരുന്നപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, മേയറായിരുന്ന വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടാത്ത ഒരു എക്സ്പീരിയൻസാണ്. അപ്പം നമ്മളെ ഏത് നഗരത്തിൽ ചെന്നാലും അറിയും. ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൽ ചെന്നാലും അറിയും, തൃശ്ശൂർ നഗരത്തിൽ ചെന്നാൽ അറിയും. അപ്പോൾ അങ്ങനെ ഒരു എഞ്ചിനീയർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രിവിലേജാണ്. അത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കുക, അല്ലെങ്കിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പോയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതല്ലാതെ, അവരുടെ സർക്കിളിലുള്ള ഒരു ബന്ധമല്ലാതെ അവർക്ക് വേറെയില്ല. ആ സംബന്ധിച്ച് LSTD എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആളുണ്ടാവും, എവിടെ പോയാലും ബന്ധങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ചെയർമാന്മാരാവാം, നാളത്തെ MLA-മാർ, MP-മാർ. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ LSTD എഞ്ചിനീയറിംഗ് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ പറഞ്ഞു 50% ചെയർമാന്മാരും മെമ്പർമാർ ലേഡീസാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആണുങ്ങൾക്ക് ആകാവൂ എന്നില്ല. അത് ലേഡീസിനോടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ലേഡി എഞ്ചിനീയർമാർ LSTDയിൽ വരണം. ഈ ഓപ്പർച്യൂണിറ്റിയും കൂടെ കണക്കിലെടുത്ത് അവർക്കും നല്ല രീതിയിൽ മുന്നേറാൻ പറ്റും. ഇപ്പോൾ സാറ് ഇപ്പം കറൻ്റ്ലി എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഗ്യാൻ സഡക് യോജനയുടെ ഭാഗമായിട്ടുള്ള വർക്കിലാണ്. അപ്പം അതിലിപ്പം ക്വാളിറ്റി മോണിറ്ററിങ് ഏരിയയിലാണ് സാർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ക്വാളിറ്റി മോണിറ്ററിങ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? ക്വാളിറ്റി മോണിറ്ററിങ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യമേ തന്നെ ഈ റോഡിൻ്റെ എത്ര നമ്മുടെ ഈ ഒരു റോഡ് അവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ 20 വർഷം എന്തുമാത്രം വെഹിക്കിൾ ഇതിലേ പോകാൻ സാധ്യതയുണ്ട്. ഡിസൈൻ പാരാമീറ്റർ റോഡായി കഴിഞ്ഞാൽ എത്രത്തോളം വെഹിക്കിൾ ഇതിലേ പാസ് ചെയ്യും. അപ്പോൾ അത്രത്തോളം വെഹിക്കിളിൻ്റെ ലോഡ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിന് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ക്രസ്റ്റ് തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് എന്ന് പറയാം. നമ്മളെന്ന് പറഞ്ഞാൽ മെറ്റലിങ്, സോളിങ്, മെറ്റലിങ്, അതുപോലെ തന്നെ ടാറിങ്, അതിനൊരു പറയുന്ന പേരാണ് എഞ്ചിനീയറിംഗ് ക്രസ്റ്റ് തിക്നെസ്. അപ്പോൾ ക്രസ്റ്റ് തിക്നെസ് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ഇപ്പോൾ ഡബിൾ ലൈൻ വേണോ, സിംഗിൾ ലൈൻ വേണോ? അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ഈ CBR വാല്യൂവും കാലിഫോർണിയ ബെയറിംഗ് റേഷ്യോ അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ 20 വർഷത്തേക്ക് ഉണ്ടാകാവുന്ന വെഹിക്കിളിലെ മൂവ്മെൻറ്റ് അതും നമുക്ക് ഫോർമുലയുണ്ട്. ഇപ്പോൾ ഇത്രയാണെങ്കിൽ അന്ന് ഇത്രയായിരിക്കും ഫോർകാസ്റ്റിംഗ് ചെയ്ത് നമ്മൾ ഫോർമുല, ഒരു എഞ്ചിനീയറിംഗ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ക്രസ്റ്റ് തിക്നെസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ റോഡ് വിഡ്ത്ത്, കേമ്പർ, ഷോൾഡർ 2 സൈഡും കാണുന്ന അങ്ങനെയുള്ള അതെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാണം ടെൻഡർ അതിൻ്റെ എസ്റ്റിമേഷൻ കഴിഞ്ഞ് ആരംഭിച്ച് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള നാഷണൽ ക്വാളിറ്റി മോണിറ്റേഴ്സ് എഞ്ചിനീയർമാർ ചെയ്തതൊക്കെ ശരിയാണോ നോക്കണം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ക്രസ്റ്റാണ് നോക്കുക, തിക്നെസ്സൊക്കെ വന്നിട്ടുണ്ടോ. പിന്നെ അത് കോമ്പാക്ഷൻ, നമ്മൾ റോളർ കോമ്പാക്ഷൻ എന്ന് പറയും. റോളർ കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എയറിനെ എക്സ്പെൽ ചെയ്യുക, വോയിഡ്സിനെ കളഞ്ഞ് 10 സെൻറ്റിമീറ്റർ മെറ്റലിട്ട് അതിന് 7ലേക്ക് എത്തിക്കുക. അതാണ് 3 സെൻറ്റിമീറ്റർ എയർ അതിനെ എക്സ്പെൽ ചെയ്ത് അതിനെ കോമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കോമ്പാക്ഷൻ വന്നിട്ടുണ്ടോ
അതാണ് നമ്മുടെ എൻജിനീയറിങ്ങിന് ബുക്കുകളൊക്കെ ഉണ്ട്, അതനുസരിച്ചുള്ള ടെസ്റ്റുകൾ നടത്തും. വോളിയോമെട്രിക് അനാലിസിസ് ഉണ്ട്, അതല്ലാതെ വേറെ അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചിട്ട് നമ്മൾ ഉറപ്പിക്കൽ ശരിയാണോ എന്ന് നോക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രഡേഷൻ നോക്കും. കാരണം ചെറിയ മെറ്റൽ മുതൽ വലിയ മെറ്റൽ വരെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഓയിഡ്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രഡേഷൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണോ ഈ മെറ്റൽ വന്നിരിക്കുന്നുള്ളത് ആദ്യമേ നോക്കും. പിന്നെ തിക്നെസ് നോക്കും. അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ ടാറ് അതിനകത്ത് എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ റോഡ് ടെസ്റ്റിങ്ങിൽ നോക്കാനുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ആ റോഡുകൾ സർട്ടിഫൈ ചെയ്ത് പോരുകയുള്ളൂ. ഇപ്പം എന്തെങ്കിലും അതെ ഇതിലെന്തെങ്കിലും പോരായ്മ വന്നാൽ നമ്മൾ അൺസാറ്റിസ്ഫാക്ടറി ആ റോഡ് കൊടുക്കുകയും അവർ ആ ഭാഗം അവർ റെക്ടിഫൈ ചെയ്ത് വീണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിക്കുകയും ചെയ്യണം. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ സാർ ഇപ്പോൾ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത പ്രൊസീജിയർ, അപ്പോൾ സാർ ഇപ്പം LSTDയിലായിരിക്കുമ്പോഴും നമുക്കിവിടെ റോഡിൻ്റെ വർക്ക്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്വാളിറ്റി കൺട്രോൾ കാണും. ഇപ്പം നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രൊസീജിയേഴ്സിൽ സാറിന് വളരെ ഡിഫറൻസ്, ഒബ്വിയസ്ലി ഡിഫറൻസ് കാണും. അപ്പം അത് എന്തിലാണ് കൂടുതലും ഡിഫറൻസ് കണ്ടിട്ടുള്ളത്? ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ PMJSOയുടെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയെല്ലാം റോഡ് ടെസ്റ്റിംഗ് വളരെ കൃത്യതയോടുകൂടി നടക്കുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വർക്ക് ഇപ്പറേ ഭാഗത്ത് അതൊന്നും ഇല്ലാതെ നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ തന്നെ ഇരിക്കുമ്പോൾ ഗവൺമെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇവിടെയും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് ഒന്നും LSTDയിലൊന്നും ആയിട്ടില്ല. അപ്പോൾ പുതിയ ലാബുകളൊക്കെ തുടങ്ങി. ലാബുകളൊക്കെ അവരെ പരിശീലിപ്പിച്ച് തുടങ്ങി നമ്മുടെ എഞ്ചിനീയർമാരെ. ഇപ്പോഴും ജില്ലാതലത്തിൽ ചെറിയ തോതിലുണ്ട് ലാബുകൾ. അതുപോലെ തന്നെ തിക്നെസ് ഒരു ഇതായിട്ട് ഘടകമായിട്ട് ക്രസ്റ്റ് തിക്നെസ് എത്ര പേരും ഉണ്ട്, നമ്മൾ പറഞ്ഞേക്കുന്നതാണോ അവിടെ വന്നേക്കുന്നത്, പൊട്ടിച്ച് നോക്കി പടമടക്കം ബില്ല് വേണം. വെറുതെ പറഞ്ഞാൽ പറ്റൂല ഉണ്ട് എന്ന്. ആ പടം അടക്കം നിങ്ങൾ നിന്നെടുക്കുന്ന പടം വേണം എന്ന് വരെ ഇൻസിസ്റ്റ് ചെയ്തു. അതിലൂടെ ഒരു വലിയ മാറ്റങ്ങളുണ്ടായി. കാരണം ഇത് ചിലപ്പോൾ മെമ്പർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല, കരാറുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റില്ല. C പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് എൻ്റെ മണ്ടയ്ക്കോട്ടോ അല്ലെങ്കിൽ സിയുടെ മണ്ടയ്ക്കോട്ടോ അത് വെക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ തരത്തിൽ കുറേ ഒരു മാറ്റങ്ങളൊക്കെ കുറച്ചൊക്കെ വരുത്തി. പിന്നീട് അത് ഇപ്പം നടക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, എന്നാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ അന്ന് എനിക്ക് സാധിച്ചു. സാർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ആസ്പിറൻ്റ് ആയിക്കോട്ടെ, ഒരു സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, അപ്പം ഈ ഒരു പ്രോജക്റ്റ് വർക്ക് ഏറ്റെടുക്കുമ്പോൾ അതിൽ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ എന്ന് നമ്മളിപ്പോൾ ഈ ഡിഫൈൻ ചെയ്ത ഈ പ്രൊസീജിയേഴ്സും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവർ വർക്കിംഗ് ഒരു പ്രൊഫൈലിലേക്ക് വരുമ്പോഴും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ക്വാളിറ്റി കൺട്രോളിന് ഉണ്ടെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വാളിറ്റി കൺട്രോള് തീർച്ചയായിട്ടും ക്വാളിറ്റി കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. അതിന് പ്രത്യേകമായ പരിശീലനവും ഇപ്പം ഞാൻ നാഷണൽ ക്വാളിറ്റി മോണിറ്ററായി പോകുമ്പോൾ എനിക്ക് അവിടെയുള്ള NHAIയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അത് PMJSOയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, ട്രെയിനിങ് തന്ന് പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മളെ ചെയ്യിച്ചിട്ടാണ് വിടുക. ഇവിടെ അതില്ല, ഇവിടെ ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് തന്നെ ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച് ഗ്രഡേഷനും എക്സ്ട്രാക്ഷനും കോമ്പാക്ഷനും റോഡ് വിഡ്ത്തും കേമ്പറും ഗ്രേഡിങ്ങും ഇതെല്ലാം സൂപ്പർലിവേഷനും എല്ലാം നമ്മളെ വെരിഫൈ ചെയ്യാൻ പഠിപ്പിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് വിടുക. അപ്പോൾ ഇത് നമുക്ക് അതുകൊണ്ട് വളരെ ഈസിയാണ്. ഇപ്പോൾ LSTDയിൽ PWDയിലും ഇത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ PWDയിൽ ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. പക്ഷേ ഇതെല്ലാം PMJSOയിൽ ഫീൽഡിൽ തന്നെ ചെയ്യുകയാണ്. സാധനോട് കൊണ്ടുവച്ചിട്ട് ചെയ്യാം, ഫീൽഡിൽ തന്നെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്യുക. ആ സമയത്ത് ഇപ്പോൾ PWDയിലും ഒക്കെ ഇതെടുത്തുകൊണ്ട് പോയി സാമ്പിൾ കൊണ്ടുപോയി സെൻട്രലൈസ്ഡ് ലാബിൽ കൊണ്ടുപോയി ചെയ്യുക. അപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വന്നാൽ ഫീൽഡിൽ തന്നെ ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി കൊണ്ടുവരാനും സാധിക്കും. അതിലൂടെ നല്ല ഒരു മാറ്റം, അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് ക്വാളിറ്റി ചെയ്ത്. ഇപ്പം നമ്മുടെ ഇവിടെ അതിനെക്കുറിച്ചൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട്. പക്ഷേ ഈ മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൊപ്പോർഷനിലുള്ള ഗ്രഡേഷനുള്ള മെറ്റൽ കിട്ടുള്ളൂ. അപ്പം അതിനൊന്നും ഒരു സംവിധാനവും ഇല്ല ഇന്ന്. എല്ലാ സ്റ്റേജസിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ്. പക്ഷേ ക്വാളിറ്റി കൺട്രോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ പുലർത്തിയ നമ്മൾ ഈ പറയുന്ന ഫെയിലിയേഴ്സ് എന്നൊക്കെ നല്ലൊരു പെർസെൻറ്റേജ് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നോക്കി കാണുവാണെന്നുണ്ടെങ്കിൽ സാറിപ്പം ക്വാളിറ്റി കൺട്രോളിങ് ഈ ഒരു സ്പേസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസും സാറ് കണ്ടു കാണും ഓരോ. അപ്പം അതിനകത്ത് മെയിനായിട്ട് സാറ് നോട്ടീസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഏതൊക്കെയാണെന്നും, അപ്പോൾ ഈ ഏജൻസീസ് ചില കാര്യങ്ങളിൽ കുറച്ചിപ്പോൾ നമുക്ക് തന്നെ പറയാം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും
ഇപ്പം ഞാനിപ്പോൾ നോർത്തിലേക്ക് ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലും ഇൻസ്പെക്ഷൻ നടത്താൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു പ്രത്യേകത, ഇപ്പോൾ നാഷണൽ ക്വാളിറ്റി മോണിറ്റർ റോഡ് കാണാൻ വന്നത് ഞാനൊരു വലിയൊരാളായിട്ട് പറയുകയല്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന കളക്ടർക്ക് ഒരു കത്ത് കൊടുക്കും, ഇന്ന ജില്ലയിലാണ് ഇദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ അവർ അവിടുത്തെ നാട്ടുകാരെ അവരറിയിക്കും. അവിടുത്തെ ചെറിയ പേപ്പറിനകത്ത് വരും. നമുക്ക് ഹിന്ദി അറിയില്ലാത്ത, നമുക്ക് വായിക്കാൻ അറിയില്ല, നാഷണൽ ക്വാളിറ്റി മോണിറ്റർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ റോഡെന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റാണ്. നമ്മുടെ ഇവിടുത്തെ മാതിരിയല്ല. അവരുടെ രാജ്യത്തെ ആദ്യമായി വന്ന, അവരുടെ ഗ്രാമത്തെ യോജിപ്പിക്കുന്ന, അവരുടെ ഹൃദയമായ ഒരു റോഡാണ്. നമ്മുടെ ഇവിടെ ആയിരക്കണക്കിന് റോഡുള്ളതുകൊണ്ട് ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആ റോഡിൽ ഈ ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആൾക്കാർ അവതരിപ്പിക്കും. എന്താ പ്രോബ്ലം, അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളത് റെക്ടിഫൈ ചെയ്യും. പിന്നെ അവിടെയുള്ള വേറൊരു പ്രത്യേകത, ഇൻ കേസ് നമ്മൾ സ്പെസിഫിക്കേഷൻ പ്രകാരമോ ഡിസൈൻ പ്രകാരം ചെയ്താലോ ചിലപ്പോൾ എന്തെങ്കിലും മഴക്കാലത്തൊക്കെ റോഡിന് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരാം. അവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല. അവിടെ എൻജിനീയേഴ്സിനെ ഒരിക്കലും അവരുടെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കുമോ, അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ സ്പെസിഫിക്കേഷൻ പ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. അവനെ ശിക്ഷിക്കപ്പെടാം, ചെയ്യാതെ ബില്ലെഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അതല്ലാതെ ഒരു അപജയം ഒരു ഭാഗത്തുണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് ശിക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെ മറിച്ചാണ്. എന്ത് അപജയം ഉണ്ടായാലും ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനും ഒരു മാറ്റം, ഒരു പ്രിലിമിനറി എൻക്വയറിയൊക്കെ നടത്തി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലയോ നോക്കി എന്നാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ഇത് ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് ഉണ്ടാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഓക്കെ സാർ, ഇപ്പം കറൻ്റ്ലി സാറ് NHAI ആൻഡ് DCL സ്പെഷ്യൽ മോണിറ്ററിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ? സ്പെഷ്യൽ പ്രോജക്റ്റ് മോണിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വർക്ക് ചെയ്യുന്ന എൻജിനീയേഴ്സിൻ്റെ റോൾസ് കാണുമല്ലോ സാർ. ഇപ്പം ഇവിടെ സ്റ്റേറ്റിലായിക്കോട്ടെ നാഷണൽ ലെവലിൽ എൻജിനീയേഴ്സിന് ഒരു സ്പെഷ്യൽ റോൾസ് കാണും. അപ്പം അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതൊന്ന് കമ്പയർ ചെയ്ത് പറയാമോ സാർ, എങ്ങനെയാണെന്ന്? തീർച്ചയായിട്ടും. ഞാൻ സ്പെഷ്യൽ പ്രോജക്റ്റ് മോണിറ്റർ എന്ന് പറയുന്നത് ഒരു സ്ഥിരം ജോലിയല്ല. അത് അവർ അസൈൻ ചെയ്യുന്നതനുസരിച്ച് നാഷണൽ ഹൈവേയുടെ NHAI DCL വർക്കുകൾ പോയി പ്രോജക്റ്റ് വെരിഫിക്കേഷൻ, ക്വാളിറ്റി വെരിഫിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാരുടെ ഇൻക്ലൂഡിങ് PWD, LSCD, ഇറിഗേഷൻ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാലും അവിടുത്തെ NHAI DCL പ്രവർത്തനമായിട്ടും എൻറ്റയർലി ഡിഫറെൻ്റാണ്. ഓക്കെ. അപ്പോൾ അവിടെ വർക്കുകളൊക്കെ കൺസൾട്ടൻ്റ് ഉണ്ട്, കോൺട്രാക്ടറുണ്ട്, പിന്നെ NHAI DCL വർക്ക് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ NHAIയുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്വാളിറ്റി വെരിഫിക്കേഷനേ ഇല്ല. അവരൊരു ഓവറോളായിട്ട് ഈ വർക്ക് നടന്നിട്ടുണ്ടോ പേയ്മെൻറ്റ് കൊടുക്കുക, ഇതാണ് അവരുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തൊഴിൽ. പിന്നെ ഉള്ളത് ഈ കൺസൾട്ടൻ്റാണ്. കൺസൾട്ടൻ്റ് വലിയ ടേൺ ഓവറുള്ള കമ്പനികളായിരിക്കാം, ആണ്. അപ്പോൾ അവരാണ് അവരുടെ കൂടെ പല ഡിസൈൻ എഞ്ചിനീയർ, അതുപോലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ, അങ്ങനെയുള്ള പല വിഭാഗങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു വിങ് അവിടെ വിന്യസിച്ചിട്ട് അവരാണ് ഈ വർക്കുകളെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത്. ലാബെല്ലാം സെറ്റപ്പ് ചെയ്യും കോൺട്രാക്ടറുടെ കൂടെയും ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ. EPC ടെൻഡറാണ്. അവിടെ നമ്മൾ ഇവിടെയും കാണാം NHAIയുടെ വർക്കുകൾക്കൊന്നും ഒരു ടേപ്പ് പിടിച്ച് നടക്കുന്നൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. വർക്കുകൾ നടക്കുന്നുണ്ട്, ഇല്ലയോ? ആ സമയത്ത് നമ്മുടെ സ്റ്റേറ്റിലെ വർക്കുകളെല്ലാം ടേപ്പ് പിടിച്ച് നടക്കുന്നതാണ് നമ്മുടെ എഞ്ചിനീയർമാരോ ഓവർസിയർമാരോ. പക്ഷെ അവിടെ അതില്ല. അവിടെ എല്ലാം സ്റ്റേജ് പേയ്മെൻറ്റാണ്. ഈ വർക്ക് ഇത്ര വർക്ക് കൊണ്ടുമ്പോൾ വർക്ക് ഒരാൾ ഇത്ര പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു പേയ്മെന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പം നമ്മുടെ ഇവിടെ അതിൽ മാറണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ രീതിയിലേക്കുള്ള ടെൻഡറും കാര്യങ്ങളും ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ എസ്റ്റിമേറ്റ് കൃത്യതയോടെ എടുത്തു, ആ എസ്റ്റിമേറ്റ് പ്രകാരം തന്നെ സെൻറ്റിമീറ്റർ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ എഞ്ചിനീയർമാരുടെ ലക്ഷ്യവും നോട്ടം. അപ്പോൾ എന്നിട്ട് അതിൽ പെർസെൻറ്റേജ് ഓഫ് ടെൻഡറാണ്. മറ്റേത് അവിടെ അങ്ങനല്ല. ഇത്രയും ഒരു കെട്ടിടം ഈ ഡിസൈനോടുകൂടി, ഈ ഫൗണ്ടേഷനോടുകൂടി എത്ര രൂപയ്ക്ക് തീർക്കാം, അവിടെയാണ് അവിടുത്തെ ടെൻഡർ. അതിലേറ്റവും നന്നായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുകയും ആ ആളത് ചെയ്യുമ്പോൾ വർക്ക് കൊടുക്കും അല്ലേ? ഏജൻസീസ് അവർ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റേജ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പം കൊടുക്കുമ്പോൾ നമ്മുടെ എഞ്ചിനീയർമാരുടെ ഒരുപാട് സ്ട്രെയിനുകൾ ഒഴിവായി. ഫണ്ടിങ്ങിലെ വ്യത്യാസം അതാണ്. അപ്പോൾ അതുമൊക്കെ നമുക്ക് ഭാവിയിൽ നമുക്ക് മാറ്റം വരുത്താവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന നല്ല സജഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. സാറ് പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയേഴ്സിന്റെ നമ്മുടെ ഈ എഞ്ചിനീയേഴ്സിന്റെ റോളിൽ തന്നെ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ആ മെഷേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അവിടെ അതിന് സ്പെഷ്യൽ വിങ് പോലെ അല്ലേ? അങ്ങനെയാണ്. ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേയിൽ
ആ ഒരു ഇതൊക്കെ ഉണ്ടായപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും കൺസൾട്ടൻ്റ് തന്നെയാണ് അവർ ഫൈൻ ചെയ്തത്. കൺസൾട്ടൻ്റ് ഒരിക്കലും ഗവൺമെൻറ് എഞ്ചിനീയർ അല്ല. അവർ ടെൻഡർ എടുത്തു, വലിയൊരു ടേൺ ഓവറുള്ള വലിയ കമ്പനിയാണ്, അവരെയാണ് ശിക്ഷിച്ചത്. പിന്നെ അവിടെ NHIയുടെ സ്റ്റാഫിനെയും ശിക്ഷിച്ചു, കാരണം അവരൊരു ഓവറോളായിട്ട് നോക്കേണ്ടതുണ്ട്. എന്നാലും അവർ ഡയറക്റ്റ്ലി ക്വാളിറ്റിയിലേക്ക് അവർ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എൻ്റെ ഇൻസ്പെക്ഷനിലൂടെ അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ. ഇപ്പം ഈ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്ത് അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രൊമോഷൻ സ്റ്റേജസ്, അല്ലെങ്കിൽ പ്രൊമോഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, ഏതൊക്കെ സ്റ്റേജസിലാണ് വരുന്നത്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ സാർ? തീർച്ചയായിട്ടും. പ്രൊമോഷനൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. എല്ലാവരും 30 വർഷം ഒരു നമ്മുടെ 55-56 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്ത് പോകും, വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രൊമോഷനുകൾ അനിവാര്യമാണ്. പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ പുതിയ പുതിയ പോസ്റ്റുകൾ, ഞാനിരിക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ, ആ സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് വളരെ ബൂസ്റ്റപ്പ് ചെയ്ത് തന്നെ ചെറുപ്പക്കാർക്ക് മിനിസ്റ്റീരിയൽ വിങ്ങിലാണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് വിങ്ങിലും ഉണ്ടായിരുന്നു. ഇനി അത് ഞാൻ പറഞ്ഞല്ലോ 2-3 ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു സാധ്യത LSCDയിലുണ്ട്. സാർ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് വരുമ്പം റോൾസ് ഡിഫറെന്റ് റോൾസ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള വേക്കൻസികൾ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ട് പ്രൊമോഷൻസ് ഇങ്ങനെ ടൂറിസം സ്പോട്ടുകളായിട്ടുള്ള മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷൻ്റെ ഏരിയ ഡെവലപ്പ് പ്രത്യേകമായി പ്ലാൻ ചെയ്ത് ആർക്കിടെക്ചറൽ ബ്യൂട്ടിയോടുകൂടി തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള വളരെ സാധ്യതയുണ്ട്. കാരണം കേരളത്തിലേക്ക് ഇപ്പോൾ ധാരാളം ഇന്ത്യയിൽ തന്നെയുള്ള ഇതര സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ടൂറുകൾ വന്നുകൊണ്ടിരിക്കുക, ഇൻസൈഡ് തന്നെ, അതുപോലെ തന്നെ ഔട്ട്സൈഡും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റോടുകൂടി LSCDയിൽ ഒരു ഗ്രൂപ്പായിട്ട് തുടങ്ങാനുള്ളൊരു സാധ്യത ഭാവിയിൽ ഞാൻ കാണുന്നുണ്ട്. അതിലൂടെ തന്നെ എന്തുമാത്രം പോസ്റ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവരുടെ വേക്കൻസീസിലും നല്ലൊരു വ്യത്യാസം വരാം. അതുപോലെ റോളും, അതായത് ഇവർക്ക് ആഗ്രഹം എന്ന് പറയുന്നത് പുതിയ, ഇപ്പം നമ്മൾ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ പുതിയ പുതിയ റോള് ചെയ്യാനും പുതിയ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ടായിരിക്കും കൂടുതലും ഇപ്പോഴത്തെ ഈ ആസ്പയറിംഗ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് കൂടുതലും ആഗ്രഹിക്കുന്നത്. അപ്പം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ സാറി പറഞ്ഞ പോലെ ടൂറിസത്തിന്റെ ഒരു ഇൻകോർപ്പറേഷൻ കൂടി LSCDയിൽ വരുമ്പോൾ വളരെയധികം വ്യത്യാസം അവരുടെ റോൾസിലും ഓപ്പർച്യൂണിറ്റീസിലും വരാൻ സാധ്യത. എൻവയോൺമെന്റൽ എഞ്ചിനീയർമാർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ, കോർപ്പറേഷനിലുള്ള പോലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒരുപാട് ഇപ്പം 4000 കോടി 3000 കോടിയൊക്കെ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഭാഗികമായിട്ട് മാത്രമേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പറ്റുന്നുള്ളൂ. കുറച്ച് പ്രൈവറ്റ് ചെയ്യുന്നു, കുറച്ച് ഇഷ്ടമില്ലാത്ത കുറേ എഞ്ചിനീയർമാർ അവിടെ പോയിരിക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ 6 മാസം ഇരുന്ന് അടുത്തയാൾ പോയിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു സ്ഥായിയായ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെ LSCD ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വലിയ വ്യത്യാസം വരും. അപ്പോൾ എന്താണെങ്കിലും LSCDക്ക് നല്ല ഭാവിയുണ്ട്. പക്ഷേ ഒന്നേ ഉള്ളൂ, നമ്മൾ അതുപോലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ബിൽഡിംഗ് റൂൾ എൻഫോഴ്സ്മെൻറ്റ്. ബിൽഡിംഗ് റൂൾ നമ്മൾ നടപ്പാക്കണം. അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് LSCD എഞ്ചിനീയർമാർക്ക്. അത് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ LSCDയിൽ ഈ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള പബ്ലിക്കും ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ്, നമ്മുടെ ചെയർമാന്മാർ എല്ലാവരും ഒക്കെ ഉള്ള എഞ്ചിനീയർമാരിന് അതർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ടും നമ്മുടെ എഞ്ചിനീയർമാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ചു പോയാൽ ഏതിനേയും തരണം ചെയ്യാൻ കഴിയും. അതാണ് നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മൂവ് ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് എങ്ങും എത്താൻ കഴിയില്ല. അത് വീട്ടിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി. അപ്പോൾ അത് ഇവിടെയും അത് പ്രയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലാതെ പുറമേന്ന് കേൾക്കുന്ന മാതിരി LSCD അത്ര ഭീകരതയോ ഒന്നും തന്നെ ഇല്ല. വളരെ കൂളായിട്ട് തന്നെ ഞാനീ പറഞ്ഞ മെത്തേഡിൽ. സാറേ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വിജിലൻ്റ് ആയിട്ട് ഇരിക്കാല്ലേ. കാരണം ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങും വേണം. അതുപോലെ തന്നെ വരുന്ന എന്തൊക്കെ ഇഷ്യൂസ് വരാന്നുള്ള ഒരു വിജിലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിജിലൻ്റ് ആയിട്ട് ഇരുന്നു എന്നതുകൊണ്ട് മാത്രം പറ്റൂല. നമ്മളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ പാടില്ല, എല്ലാത്തിനും എതിർക്കാൻ പാടില്ല, നടക്കണ്ടെന്ന് കരുതണ്ട. അപ്പോൾ അത് നടക്കണം. ഞാൻ ഇപ്പോൾ മാഡം എന്നോട് ചോദിച്ചെന്തെങ്കിലും ചെറിയ പ്രോജക്റ്റ് ആണെങ്കിലും വലിയ പ്രോജക്റ്റ് ആണെങ്കിലും എന്തായി, നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്തത് എന്ന്. അപ്പോൾ ഞാനൊരു മിനിറ്റ് കൊണ്ട് അത് പറയാൻ സമയം ഒരുപാട് കുറവായതുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് ഇരിക്കവേ ഒരു ഹോസ്പിറ്റലിലേക്ക് കുറേയേറെ കട്ടിലുകൾ വാങ്ങാൻ ടെൻഡർ വിളിക്കുകയും അതിന് സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കേഷൻ പ്രകാരം ഒരു ടെൻഡർ വന്നു, ഒരാൾ അത് സപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കട്ടിലുകൾ നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻ പ്രകാരമായിരുന്നില്ല. കാരണം ഡെപ്ത് തിക്നെസ് കുറവായിരുന്നു. അപ്പം നമ്മളത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹം കോൺട്രാക്ടർ വളരെയധികം പുള്ളിക്ക് മാനസികമായിട്ട് പുള്ളിക്ക് അത്ര ഒരു വിദ്യാഭ്യാസം കുറവുള്ളതായിരിക്കണം. പൊളിറ്റീഷ്യൻസൊക്കെ പുള്ളിയുടെ കൂടെ ഒക്കെ ഒപ്പം കനം പോരാ. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അന്നിരുന്ന് നമ്മുടെ
ഞങ്ങളുടെ നമ്മുടെ ലീഡറായിട്ടുള്ള പൊളിറ്റീഷ്യൻ അതിലുള്ള മേയറോ ചെയർമാനോ അവർ നമ്മളോട് അത് എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് ഇതെന്ന് നമ്മോട് പറഞ്ഞു. പുള്ളിയുടെ പിന്നീട് മരിച്ചുപോയി ഈ കോൺട്രാക്ട് തന്നെ, കാരണം മാനസികമായി ഇതുകൊണ്ടല്ല വേറെ പല പ്രശ്നങ്ങളും കൊണ്ടായിരിക്കാം. അപ്പം എന്നോടത് പറയുകയും ഞാനതെങ്ങനെ സോൾവ് ചെയ്യാം, നിങ്ങളാണെങ്കിൽ എങ്ങനെ ചെയ്യും? ഞാൻ മാത്രമല്ല, ഞാനെന്നത് സീനിയർ എഞ്ചിനീയറാണ് അവിടുത്തെ, എൻ്റെ കീഴിൽ ഒരുപാട് പേരുണ്ട്, അവരാണ് ഇതെല്ലാം ഇറക്കുകയും പിടിക്കുകയും കനവില്ലെന്നൊക്കെ പറഞ്ഞത്. പിന്നീടാണ് ഞാനിത് അറിയുന്നത്, ഇത് കനം കുറവാണ്. അപ്പം എൻ്റെ കയ്യിൽ അപ്പോൾ ഒരു സൊല്യൂഷനായി. അപ്പം ഞാൻ ഉടനെ നമ്മുടെ എഞ്ചിനീയർമാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിൻ്റെ കമ്പയർ ചെയ്ത് ആ റേറ്റ് കമ്പയർ ചെയ്ത് ഈ കനം കുറഞ്ഞതിൻ്റെ ഉള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എത്ര % ആണോ കനം നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷനെ കൂട്ട് അത് ഇതിന് വയ്ക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു റേറ്റ് വന്നു. എന്നിട്ട് അതിൽ നമ്മൾ മാത്രം അത് റിസ്ക് എടുക്കാൻ പോയില്ല, നമ്മളത് കമ്മിറ്റിക്ക് കൊടുത്തു. അപ്പോൾ കമ്മിറ്റി അത് അപ്രൂവ് ചെയ്തു, ആ പൈസ അവന് കൊടുത്തു, അവൻ ഹാപ്പി, ഇഷ്യൂസ് സോൾവ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപ്രോച്ച് നമ്മൾ എവിടെയും പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ച് എടുക്കണം. നമ്മൾ അതിന് ഒളിച്ചോടുകയും തെറ്റാണ് ഇത് തിരിച്ചു കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം അവനും നമ്മൾ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നോക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാർ, ഇനി സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇവർ ഇപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മൾ ഇപ്പോൾ ക്ലാസ്സസിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആസ്പിറൻ്റ് ആയിട്ട് ഇവർ പഠിക്കുന്ന സമയത്തും എല്ലാം അപ്പം LSTD AA ആകാൻ ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് കാണാം. ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഡ്രീം ആയിരിക്കും. അപ്പോൾ അതുപോലെ ഇപ്പം LSTD ഡ്രീമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് കാണും. അപ്പം ഇവർക്ക് ഇപ്പോൾ ഇവർ തിയറി ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഇവർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പം വർക്ക് ചെയ്യുന്ന രീതികളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പം അത് എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഇവരെങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം? ഇപ്പം ഈ പഠിക്കുന്ന സമയത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ സമയത്ത് ഇവരെങ്ങനെ അത് അഡോപ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ആ വ്യത്യാസം ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഇതിന്റെ ആപ്ലിക്കേഷൻ അവിടെ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാം നമ്മളെ വിജയകരമായി പാസ്സായി. അതുപോലെ തന്നെ ടെസ്റ്റൊക്കെ എഴുതി അതിൽ ക്വാളിഫൈ ചെയ്തു, ഇൻ്റർവ്യൂ അതിലും ക്വാളിഫൈ ചെയ്തു. അങ്ങനെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറി LSTD എഞ്ചിനീയറായി നമ്മുടെ എഞ്ചിനീയേഴ്സ് വരികയാണ്. അപ്പം നമ്മൾ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച തിയറി ഒരുപാട് സാധനം നമുക്കിവിടെ ആപ്ലിക്കബിളാണ്. അപ്പം അതല്ലാത്ത കാര്യങ്ങളും അവിടെയുള്ള യൂഷ്വൽ പ്രൊസീജിയർ അത് വേറെയുണ്ട്, അത് നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം. എന്നാലും ഒരു 60% നമ്മൾ ചെറിയ ചെറിയ കൾവർ ഡിസൈനുകൾ, ബീം ഡിസൈനുകൾ, അങ്ങനെയുള്ള ക്യാൻഡിലിവർ ഡിസൈനുകൾ, ചിലപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഡിസൈന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കവിടെ ഒരുപാട് ആപ്ലിക്കബിളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റിൽ നിലവിലിരിക്കുന്നവരിതെല്ലാം അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് അവരിതൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് ചെയ്തു പോവുകയാണ് ചെയ്യുക. ഞാൻ ഒരുപാട് എഞ്ചിനീയേഴ്സിനെ ഫ്രഷേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരിത് ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ ഉണ്ടാക്കി വളരെയധികം മുന്നേറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ എഞ്ചിനീയേഴ്സിനെക്കാട്ടിലും എഫിഷ്യൻ്റായിട്ട് പുതിയ ആൾക്കാർ ഈ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അത് വലിയൊരു വ്യത്യാസമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് മെർജ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ, നമ്മുടെ പ്രൈസ് സോഫ്റ്റ്വെയർ എസ്റ്റിമേഷൻ, K-സ്മാർട്ട്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ കഴിയും. എന്ന് പറയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് പഴയ കാലത്തെക്കാട്ടിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യവും. പിന്നെ ഓഫീസിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ മറ്റ് PWD നമ്മുടെ സിവിലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ പോലെ അവിടുത്തെ സ്റ്റാഫ് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടാവും. അവരുടെ ഇടയിലിരുന്ന് നമുക്ക് AC റൂമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ചെയറൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് വേണം വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പബ്ലിക്കിനെയും കൂടെ കാണാനും ചിരിക്കാനും ഒക്കെ ഉള്ള ഒരു മനസ്സും കൂടെ നമ്മൾ കരുതണം. അതെ, നമ്മൾ പറയും ഇപ്പം പബ്ലിക്കിനോട്, കോമൺ പീപ്പിളിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ, അതിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. അത് ഇവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകും, തനിയേ ഉണ്ടാവും, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വരുന്ന ഇൻട്രസ്റ്റോടു കൂടി തന്നെ LSTD വരണം. അതെ, നമ്മളിപ്പോൾ ഏത് പൊസിഷനിലാണ് ഇൻട്രസ്റ്റോടുകൂടി വന്നാലാണ് നമുക്ക് നമ്മുടെ ഫുൾ സാറ്റിസ്ഫാക്ഷനിൽ തന്നെ അവിടെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നത്. തീർച്ചയായും. സാർ, ഇപ്പം ഏകദേശം നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്നതാണ് സാർ, ഇപ്പോൾ ഒരു 32 years ഒരു റിമാർക്കബിൾ ജേണിയാണോ സാറിന് ഇപ്പോൾ LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ? അപ്പോൾ ബാക്ക് ടു കരിയർ സാർ, ഈ ഒരു 32 വർഷത്തിൽ അല്ലെങ്കിൽ പിറകിലോട്ട് പോയി, അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ജേണി സാർ അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പം സ്മോൾ സ്കെയിൽ തൊട്ട് ലാർജ് സ്കെയിൽ വരെയുള്ള ഒരുപാട് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സാറിനുണ്ട്. അപ്പം ഇതിൽ സാറിന് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മോൾ സ്കെയിൽ പ്രോജക്റ്റ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഒരുപാട് വലിയ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഒരിക്കൽ തൃശ്ശൂർ വളരെ രസകരമായ ഒരു കഥയാണ്. അത് ചുരുക്കി ഞാൻ പറയാം, അത് ഈ സമയം നമ്മൾ എടുക്കുന്നതാണ്, നല്ല ചുരുക്കി പറയാം. അപ്പോൾ ഒരിക്കൽ തൃശ്ശൂർ ഞാനിങ്ങനെ കോർപ്പറേഷനിൽ ജോലി ചെയ്യുമ്പോൾ, അപ്പോൾ അവിടെ ഒരു മെയിൻ റോഡുണ്ട്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴേക്കാണ് ഒരു ബൈലൈൻ. ഒരുപാട് ഒരു 50 ഫാമിലികൾ, 10-25 പേര് നല്ല വീടും ഒക്കെ വെച്ച് ഇരിക്കുന്ന ഒരു റോഡാണ്. അത് എൻഡ് ചെയ്യുകയും കൂടെ ചെയ്യാണ്. അപ്പോൾ ഈ റോഡിൽ എല്ലാ വർഷവും വെള്ളക്കെട്ടുണ്ടാകും. കുഴി ആയതുകൊണ്ട് വെള്ളം വേറെ പോകാൻ വഴിയില്ല. അപ്പോൾ ഈ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യും. എല്ലാവരും അവരുടെ കോമ്പൗണ്ട് ഗേറ്റിന് അവിടെ ഒരു ഷട്ടർ വയ്ക്കും. അപ്പോൾ ഈ റോഡിലേക്കാണ് 2 അടി വെള്ളം വന്ന് ചാടും. അപ്പോൾ ഈ റോഡിൽ നിന്ന് പുറത്തോട്ട് ഈ വീടിൻ്റെ ഗേറ്റിനകത്തോട് ഒരു ചാലുണ്ടാക്കി പുറത്തി അടിക്കാൻ ആരും സമ്മതിക്കില്ല. അപ്പോൾ ഇത് എല്ലാ വർഷവും ഇങ്ങനെ നടക്കും അത്രേ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ചെയർമാൻ എന്നെ വിളിച്ചു, സാർ നമുക്കൊരു കാര്യം, ഒരു സ്ഥലം വരെ പോകണം, ഒരു പ്രശ്നമാണ്, വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പലരെയും കാണിച്ചു, വളരെ റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാരെയൊക്കെ കാണിച്ച് സംസാരിച്ചിട്ട് ഒന്നും ഒക്കുന്നില്ല, സാറൊന്ന് വരണം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോയി കാണാൻ പോയി. മഴക്കാലത്ത് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ മഴക്കാലത്ത് ചെല്ലുമ്പോൾ 2 അടി വെള്ളം ഇങ്ങനെ ഫുള്ള് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരുടെ വീടുകളെല്ലാം പൊക്കിപ്പണിത് എല്ലാം ഉയർത്തി സൈഡ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത്, നമുക്ക് പൊട്ടിച്ചിട്ട് ഒരാടെ കൂടി താൽക്കാലികമായി വെള്ളം അടുത്ത കോമ്പൗണ്ടിലേക്ക് വിട്ട് പുറത്ത് അടിച്ചുകൂടെ? അത് അവർ സമ്മതിക്കില്ല. അപ്പോൾ ഞാനും കൂടെ ചോദിച്ചു, ഞങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വള്ളത്തിൽ പോകണം. പക്ഷേ അവരുടെ വീടുകളൊക്കെ വെള്ളമില്ല, റോട്ടിൽ മാത്രം എല്ലാം പൊങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ അതിന് ഒരു സൊല്യൂഷൻ കാണണം. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ സൊല്യൂഷൻ കാണണം. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ കൂടെയുള്ള ജൂനിയർ എൻജിനീയേഴ്സിനെ വിട്ടൊക്കെ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു സൊല്യൂഷൻ കണ്ടു. അതാണ് നമ്മുടെ ഒരു ചെറിയൊരു സന്തോഷമാണ്. സെൻറ്ററിൽ കൂടെ ഒരു കനാല് പോലെ, റോഡിൻ്റെ സെൻറ്റർ, സൈഡിൽ എടുക്കാൻ പറ്റില്ല, സെൻറ്ററിൽ കൂടെ JCB വെച്ച് നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്ത് മെയിൻ റോഡിൽ കൊണ്ടുവന്നിട്ട് ഈ സെൻറ്ററിൽ സ്ലാബും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ പരിഹരിച്ചു. അപ്പോൾ അവരുടെ നാട്ടുകാരുടെ ഒരു സന്തോഷം ഭയങ്കര ഇതായിരുന്നു. പിന്നീട് വെള്ളക്കെട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ആഘോഷമായിരുന്നു അത്രയും ഒരു ഹൗസിംഗ് കോളനിക്കാർ. അപ്പോൾ ഇത് ഒരു ഹാപ്പിയാണ്. ഇതുപോലെ ചെറിയ കോമൺ പീപ്പിൾസിന്റെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് അത്രയും ഇമ്പോർട്ടൻ്റ്. അത് വർഷങ്ങളായിട്ട് പരിഹരിക്കാത്ത പ്രോബ്ലം, ഇഷ്യൂ കൂടെ ആയതുകൊണ്ട് ചെറിയതാണ്. പക്ഷേങ്കിൽ അവരെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനി താമസിക്കുന്ന ആളാണ്, പരിഹരിക്കപ്പെടാത്ത കിടക്കുന്ന ഒരു സാധനത്തിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉള്ള സാറ്റിസ്ഫാക്ഷൻ അവരുടെ മൈൻഡിലും അതെന്നും ഒരു മെമ്മറി ആയിട്ട് തന്നെ. അപ്പോൾ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും ഇത്. കാരണം ഈ ഒരു LSCD ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പം അവർ എങ്ങനെയായിരിക്കും വർക്കിംഗ് പ്രൊഫൈൽ എന്നറിയാനും, അതേപോലെ അത് സാറിനെ പോലെ ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി അത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു മോട്ടിവേഷനും അത്രയും ഇതാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് സാർ. അപ്പം നമുക്കൊരു ഇത്രയും ഒരു ടൈം കണ്ടെത്തി നമുക്ക് ഈ ഒരു സെഷന് വേണ്ടി വന്നതിൽ ഇപ്പോൾ സിവിലിയൻസിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ വളരെയധികം നന്ദി സാറിനെ അറിയിക്കാം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് giving an opportunity to me to discuss about our LSCD. Thank you so much. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിംഗ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.